ഈ സാംസ്കാരിക കൂട്ടായ്മയുടെ ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും നിർവഹിക്കാൻ ഡോക്ടർ ടി എസ് ശ്യാംകുമാറിനെയും ഡോക്ടർ ശ്രീകലയെയും ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഏറെ ആദരണീയനും പ്രിയങ്കരനുമായ ഏറെ ബഹുമാന്യനായ കെ എൻ മാഷ്, എരിക്കിൻതി പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവും യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ തത്വചിന്തകൻ എന്ന് തന്നെ വിളിക്കേണ്ടുന്ന അധ്യാപകനും സാമൂഹ്യ ചിന്തകനും എഴുത്തുകാരനും എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനുമായ പോക്കർ മാഷ്, ഈ പുസ്തകം ഏറ്റുവാങ്ങിയ ഡോക്ടർ എം എസ് ശ്രീകല, ഇന്ന് ഇവിടെ ഈ സംവാദത്തിൽ പങ്കുചേരുന്ന ഏറെ ആദരണീയനായ പ്രിയങ്കരനായ ജി പി രാമചന്ദ്രൻ, പ്രിയ കവി രാവുണ്ണി, ഡോക്ടർ അശോകൻ മുണ്ടോൻ, സ്വാഗതം ആശംസിച്ച പി എസ് ഇക്ബാൽ, പി വി ഷബി, അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതനായിട്ടുള്ള ഏറെ പ്രിയപ്പെട്ട പി സി ഈ വേദിയിലുണ്ട്, അഡ്വക്കേറ്റ് കുക്കു ദേവകി. അങ്ങനെ ഈ സദസ്സിലും വേദിയിലുമായി ഇന്നത്തെ ഈ സംവാദത്തെ ധന്യമാക്കുന്ന എല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടി അഭിവാദ്യം ചെയ്യുന്നു. അതുപോലെ തന്നെ ഏറ്റവും സന്തോഷത്തോടുകൂടി പോക്കർ മാഷിൻ്റെ എരിക്കിൻതി എന്ന് പറയുന്ന ഈ പുസ്തകത്തിൻ്റെ 4ാം പതിപ്പിൻ്റെ പ്രകാശനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി പ്രകാശനം ചെയ്തതായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. എരിക്കിൻതി അതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ധാരാളം ആളുകൾ വായിച്ച ഒരു ആത്മകഥ എന്ന് പറയുന്നത് വളരെ അടുത്ത കാലത്ത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. 4 പതിപ്പ് ഇറങ്ങുക ഒരു ആത്മകഥ, അത് വളരെ അഗാധമായി വായിക്കുക, അതിലെ പ്രശ്നങ്ങളോട് കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിൻ്റെ സാംസ്കാരിക ലോകം, സാമൂഹ്യ ലോകം അതിനോട് ഇടപെടുക, തീർച്ചയായിട്ടും ഒരു എന്താ പറയേണ്ടത്, ഒരു വിച്ഛേദം സൃഷ്ടിക്കുന്ന ആത്മകഥയായി എരിക്കിൻതി മാറിത്തീരിക്കഴിഞ്ഞു. എങ്ങനെയാണ് ആ വിച്ഛേദം സൃഷ്ടിച്ചതെന്ന് തുടർന്നുള്ള സംഭാഷണത്തിൽ സൂചിപ്പിക്കാം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ധാരാളം ആത്മകഥകൾ നമുക്ക് കാണാൻ കഴിയും. ആത്മകഥ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ അനുഭവങ്ങൾ എന്നത് മാത്രമല്ല, അത് നമ്മുടെ സാമൂഹ്യ ചരിത്രത്തോടും സാംസ്കാരിക ചരിത്രത്തോടും നിത്യജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന മേൽക്കോയ്മ വ്യവസ്ഥിതിയോടും എല്ലാം തന്നെ തുറന്ന ഒരു പോരാട്ടമായിട്ട് ചില ആത്മകഥകൾ മാറിത്തീരാറുണ്ട്. അത്തരത്തിലുള്ളൊരു ആത്മകഥയായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാമൻ മാഷിൻ്റെ ആത്മകഥയായിരുന്നു. ആത്മകഥ കേരളത്തെ പൊള്ളിച്ചു. പക്ഷേ കേരളം മാറിയോ എന്ന് ചോദിച്ചാൽ കേരളം മാറിയിട്ടില്ല. ഈ ചില സിനിമകൾ കാണുന്നത് പോലെ പണ്ട് ഈ ആകാശദൂത് സിനിമ ഇറങ്ങിയപ്പോൾ സിനിമ കണ്ട് എല്ലാവരും ഇരുന്ന് കണ്ണീർ വാർക്കുക എന്ന് പറയും. ഇപ്പോൾ ഈ മലയാളത്തിൽ ധാരാളം സീരിയലുകൾ സന്ധ്യയ്ക്ക് ഇറങ്ങുന്നുണ്ടല്ലോ, ഈ കുടുംബവിളക്ക്, കുത്തുവിളക്ക് ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങുകയായി. അപ്പോൾ ഇതെല്ലാം കണ്ട് മലയാളികളെല്ലാം കണ്ണീര് വാർക്കുക. അപ്പോൾ കണ്ണീര് വാർക്കുന്നതോടുകൂടി ആ പ്രശ്നം അവിടെ അവസാനിച്ചു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സമരം പരിപാടി, നമ്മൾ കരയുന്നതോടുകൂടി അതിനോട് മാനസികമായിട്ട് ഐക്യപ്പെടുന്ന തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട സംഭവം തന്നെയാണെങ്കിലും കണ്ണീർ വാർക്കുന്നതോടുകൂടി അതാണ് നമ്മുടെ സമരം അവസാനിക്കുക. എന്നാൽ എരിക്കിൻതി വലിയൊരു സംവാദം നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ചില നഗ്നമായ സത്യങ്ങൾ ഈ പുസ്തകം കേരള സമൂഹത്തിൽ അനാവരണം ചെയ്തിട്ടുണ്ട്. പുരോഗമനകാരികൾ എന്ന് നടിക്കുന്ന പലരുടെയും സാംസ്കാരിക ഉടുവസ്ത്രം അതൊന്ന് അഴിച്ചു പരിശോധിക്കുവാൻ, യഥാർത്ഥത്തിൽ നമ്മൾ പൊതുവെ പറയുന്നത് പോലെ പുറത്ത് മാർസും അകത്ത് പൂന്താനവും എന്ന് പറയുന്ന രീതിയിലാണ് കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക ലോകം എന്ന് പറയുന്ന ഒരു കാര്യത്തെ വളരെ ആഴത്തിൽ പരിശോധിക്കുന്ന ഒരു പുസ്തകം കൂടിയായി എരിക്കിൻതി മാറിത്തീരുന്നുണ്ട്. കേവലമായ ഒരു ജീവിത പരിസരത്തെ അനാവരണം ചെയ്യുന്നൊരു കൃതി മാത്രമല്ല എരിക്കിൻതി, മറിച്ച്
ഒരു തത്വചിന്തകൻ എന്ന നിലയ്ക്ക്, ഒരു ദാർശനികൻ എന്ന നിലയ്ക്ക് തൻ്റെ ദാർശനികമായ ചിന്താലോകത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ദാർശനികമായ ചിന്താസഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ് മാഷി ആത്മകഥ എഴുതുന്നത്. അതൊക്കെ ഈ കൃതി വായിച്ചു നോക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും എങ്ങനെയാണ് ആ ആത്മകഥയിലെ ഓരോ അധ്യായങ്ങൾ നമ്മുടെ മുമ്പിൽ വിടർന്നു വരുന്നത് എന്ന്. മറ്റൊരു പ്രത്യേകത, ലളിതമായ ശൈലിയിൽ ആർക്കും മനസ്സിലാക്കാവുന്ന രീതിയിൽ വലിയ ഗഹനമായ ആശയങ്ങൾ പോലും മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെ മുമ്പിൽ നഗ്നമായ ജീവിതത്തിലെ ഈ മേൽക്കോയ്മ വ്യവസ്ഥിതിയെ മാഷ ഈ പുസ്തകത്തിൽ തുറന്നു വെക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിലേക്ക് കടന്നു വരാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളൊരു ഒരു വിമർശനം ഉന്നയിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ വിമർശനം ഉന്നയിക്കുന്നവരെ അടയാളപ്പെടുത്തുന്നൊരു മുദ്രയുണ്ട്. അതിവിടെ സ്വാഗതം ആശംസിച്ചപ്പോൾ പ്രിയപ്പെട്ട ഇക്ബാൽ മാഷ് അത് സൂചിപ്പിച്ചു. വിമർശനം ഉന്നയിക്കുന്നവരെ ഇന്ന് മുദ്ര കുത്താൻ നമ്മൾ സ്വത്വവാദ ചാപ്പകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് സ്വത്വവാദിയാണ്. വിമർശനം ഉന്നയിച്ചാൽ ഉടൻ തന്നെ സ്വത്വവാദിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ടത്, ഞാൻ പല പ്രഭാഷണങ്ങളിലും സൂചിപ്പിച്ചൊരു കാര്യമാണെങ്കിലും ഈ സാഹിത്യ അക്കാദമിയിൽ അത് വീണ്ടും പറയേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. സംസ്കൃതത്തിലൊരു വ്യാകരണപരമായൊരു കാര്യമുണ്ട്, വീണ്ടും ഉച്ചതേ പുനരുച്യതേ. പറഞ്ഞ കാര്യം ചിലപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും പറയേണ്ടി വരും. ഗോപാൽ ഗുരു പറയുന്നുണ്ട്, ചില കാര്യങ്ങളെ ഊന്നി പറയേണ്ടി വരും. ഊന്നി പറഞ്ഞാൽ അത് വീണ്ടും ഉറക്കെ ഒന്നും കൂടെ പറയേണ്ടി വരും. അതുകൊണ്ടാണിത് വീണ്ടും പറയേണ്ടി വരുന്നത്. അപ്പോൾ KN-എതിരെ ഉയർന്നു വന്നൊരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്, ഈ KN-എ പോലെയുള്ളവരെ നമ്മൾ പരിപാടി നടത്തി ആളെ കൂട്ടിയുള്ള ഒരു സ്ഥലത്ത് KN-എ പോലെയുള്ളവരെ പരിപാടിക്ക് വിളിക്കേണ്ടതായിട്ടുണ്ടോ? അതിന് നമ്മുടെ ആളുകൾ തന്നെ ഇല്ലേ? അതിന് KN-എ വിളിക്കേണ്ടതായിട്ടുണ്ടോ? ഇതായിരുന്നു പ്രധാനപ്പെട്ടൊരു സംഗതി. ഇത് പറയുന്ന ആരാണ്? ഇതൊരു പുരോഗമന കക്ഷികളുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്താണ്. അവർ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട CBSE-യുടെ ഒരു സ്കൂൾ പാഠപുസ്തകത്തിൽ പറയുന്നത്, നമ്മൾ ഗണേശോത്സവം ആഘോഷിക്കുമ്പോൾ അവർ പെരുന്നാൾ ആഘോഷിക്കുന്നു. എന്ന് മുതലായി നമ്മൾ ഗണേശോത്സവം ആഘോഷിക്കാൻ തുടങ്ങിയത്? കേരളത്തിൽ അതിൻ്റെ ഒരു ചിരപുരാതനമായ, കോട്ടൻകുട്ടിലാണ് ഈ ചിരപുരാതനം എന്ന് പറയും. ചിരപുരാതനമായ ചരിത്രം പരിശോധിച്ചാൽ ഗണേശോത്സവം ഒന്നും ആഘോഷിച്ചിട്ടേ ഇല്ല. പക്ഷേ CBSE-യുടെ പാഠപുസ്തകത്തിൽ ഇന്ന് കേരളത്തിലെ കുട്ടികൾ ഉൾപ്പെടെ പഠിക്കുന്നത് എന്താ? നമ്മൾ ഗണേശോത്സവം ആഘോഷിക്കുമ്പോൾ അവർ പെരുന്നാൾ ആഘോഷിക്കുന്നു. അവർ എന്ന് പറയുന്ന പോലെയാണ്. നമ്മളുടെ പരിപാടിയിൽ KN-എ വിളിക്കേണ്ടതായിട്ടുണ്ടോ? അപ്പം നമ്മളെല്ലാം ഒറ്റക്കെട്ട. ഈ നമ്മളാരാ? അവിടാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. ആരാണ് ഈ നമ്മൾ? ഈ നമ്മൾ ആരാണ്? നോക്ക്, ഞാൻ ഈ പരിപാടിയിലേക്ക് കടന്നു വരുമ്പോൾ ഞാനും KN മാഷും കൂടെ, പോക്കർ മാഷും ഉണ്ട്. അപ്പോൾ കാറിലിരുന്ന് ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, സാഹിത്യ അക്കാദമി ഒരിക്കലും എൻ്റെ കൂടി ഒരു സ്ഥാപനമാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. KN മാഷോടും പോക്കർ മാഷോടും പറഞ്ഞു, സാഹിത്യ അക്കാദമി എൻ്റെ കൂടി ഒരു സ്ഥാപനമാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. പോക്കർ മാഷ് പറഞ്ഞ മറുപടി, സാഹിത്യ അക്കാദമി എല്ലാവരുടെയും സ്ഥാപനമാണെന്ന് തോന്നാൻ കഴിയണമെങ്കിൽ അതിൻ്റെ ഘടന തന്നെ സമ്പൂർണ്ണമായി മാറണം. അതിൻ്റെ ഘടന സമ്പൂർണ്ണമായി മാറിയിട്ടില്ല എന്ന് നമ്മൾ സാഹിത്യ അക്കാദമിയിലെ വേറെ ഘടനയൊന്നും പരിശോധിക്കേണ്ട, സാഹിത്യ അക്കാദമിയിൽ വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ചാൽ മതി. വേറെ ഘടനയൊന്നും പുറത്ത് പോയി പരിശോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഏതാണ്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ഇതുകൊണ്ടാണ് അവർ എന്ന് പറയുന്നൊരു സംഗതി രൂപപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി ഘട്ടം അവിടാണ് രൂപം കൊള്ളുന്നത്. അപ്പോൾ വിമർശനം ഉന്നയിക്കുന്നവരെ എന്ത് വിളിക്കും? സ്വത്വവാദികളെന്ന് വിളിക്കും. ആര് വിമർശനം ഉന്നയിച്ചാൽ അവരെല്ലാം സ്വത്വവാദികളാണ്. ആരൊക്കെയാണ് ഈ സ്വത്വവാദികൾ? അവിടാണ് ഈ പ്രശ്നം. അത് പ്രധാനമായിട്ടും ദളിതരും മുസ്ലിങ്ങളുമാണ് കേരളത്തിലെ ഏറ്റവും വലിയ സ്വത്വവാദികൾ. അപ്പോൾ നിങ്ങൾ സ്വത്വവാദികളാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് PKSC ചേർന്നാൽ മതി, പട്ടികജാതി ക്ഷേമ സമിതി ചേർന്നാൽ പിന്നെ നിങ്ങൾ ആരും സ്വത്വവാദിയല്ല. അതോടുകൂടി പിന്നെ നിങ്ങളെല്ലാം വർഗവാദികളാണ്. ഇങ്ങനെ വിചിത്രമായ വാദങ്ങളാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ പട്ടികജാതി ക്ഷേമ സമിതിയിലൊരു പ്രധാനപ്പെട്ട പ്രവർത്തകനാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ബാബു K. പത്മന. അദ്ദേഹം അടുത്ത കാലത്ത് ഇലക്ഷന് തൊട്ടുമുമ്പ് ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റിൽ പറഞ്ഞത്, അദ്ദേഹത്തെയും ആളുകൾ വിളിക്കുന്നത് സ്വത്വവാദി എന്നാണ്. അപ്പം PKSൽ പോയാലും രക്ഷയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട
പോഷക സംഘടനയാണ് പട്ടികജാതി ക്ഷേമ സമിതി. പക്ഷേ പട്ടികജാതി ക്ഷേമ സമിതിയിൽ പ്രവർത്തിക്കുന്ന എൻ്റെ ആദരണീയനായ സുഹൃത്ത് ബാബു കെ പത്മനയ്ക്ക് പോലും സ്വത്വവാദ മുദ്രയിൽ നിന്നും രക്ഷയില്ല. അപ്പം നിങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്വത്വവാദ മുദ്ര നിങ്ങൾക്ക് തന്നെ ആപ്പായിട്ട് വന്നിരിക്കുന്നു. കേരളത്തിലെ ദളിതരെയും മുസ്ലിങ്ങളെയും എല്ലാം തന്നെ ആകപ്പാടെ ഈ സ്വത്വവാദ ചാപ്പയിൽ മുക്കിക്കൊന്നിരിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി ഈ സന്ദർഭത്തിൽ വായിക്കുന്നത് വളരെ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. EMS സംവാദങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രൊഫസർ MM നാരായണൻ്റെ ലേഖനമാണ്. അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് തന്നെയാണ് ജാതി ഈ രാജ്യത്തിൻ്റെ പുരോഗതിയുടെ ഏറ്റവും വലിയ വഴിമുടക്കി തന്നെയാണെന്ന് കാൾ മാർക്സ് മുതൽ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും പറയാൻ കാരണം. ഒരേ വർഗത്തിനകത്ത് ജാതി മേധാവിത്വവും ജാതിക്കകത്ത് വർഗമേധാവിത്വവും സ്വാഭാവികമായി ഉണ്ടാവും. എന്നാൽ പട്ടികജാതിക്കാർ ജാതീയമായും വർഗപരമായും പീഡിതരും ചൂഷിതരുമാണ്. അതുകൊണ്ട് തന്നെയാണ് പട്ടികജാതി കൺവെൻഷൻ വിളിച്ചുകൂട്ടിയത്. അടുത്ത വരിയാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ അതുപോലെ ഈഴവ കൺവെൻഷനോ നായർ കൺവെൻഷനോ വിളിച്ചു ചേർക്കാനോ സമുദായങ്ങളെന്ന നിലയിൽ അവരെ അഭിസംബോധന ചെയ്യാനോ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയുകയില്ല. എന്താ കഴിയാത്തതെന്ന് ഇപ്പം മറുപടി പറയണം. എന്താ കഴിയാത്തത്? പട്ടികജാതിക്കാരെ മാത്രം അങ്ങ് നന്നാക്കി കളയാവുന്നതാണോ? അതോ അവരെ ചൂഷണത്തിൽ നിന്ന് സമ്പൂർണ്ണമായിട്ട് രക്ഷിക്കുകയാണോ എന്നാണോ? എന്താണ് ഈഴവക്ഷേമ സമിതി ഉണ്ടാകാത്തത്, നായർ ക്ഷേമ സമിതി ഉണ്ടാകാത്തത്? എന്താ അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയുകയില്ലെന്ന് പുള്ളി തന്നെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. തൊട്ടടുത്ത വരി നമ്മളൊന്ന് വായിക്കണം. സമുദായ പരിഷ്കരണത്തിൻ്റെ സന്ദർഭത്തിൽ സവർണരെയും അവർണരെയും അഭിസംബോധന ചെയ്യേണ്ടി വരും, ചെയ്തിട്ടുണ്ട്. ആദ്യം പറഞ്ഞ വരിക്ക് കോൺട്രഡിക്ഷനാണ്. ആദ്യം പറഞ്ഞ വരി എന്താ? ഈഴവരെയും നായന്മാരെ അഭിസംബോധന ചെയ്യാൻ കഴിയില്ല. രണ്ടാമത്തെ വരി എന്താണ്? പരിഷ്കരണത്തിൻ്റെ ഭാഗമായി സവർണരെയും അവർണരെയും അഭിസംബോധന ചെയ്യേണ്ടി വരും. ഈ രണ്ട് വരിയും കൂടെ ചേരുമോ? ചേരത്തില്ല. എഴുതിയ ആളോട് തന്നെ ചോദിക്കേണ്ടി വരും ഇതെന്തുകൊണ്ടാണ് ചേരാത്തതെന്ന്. എന്നാൽ എറണാകുളം കൺവെൻഷൻ സണ്ണി വിചാരിച്ചതുപോലെ, സണ്ണി എം കബിക്കാടിനെയാണ് വിമർശിക്കുന്നത്, സണ്ണി വിചാരിച്ചതുപോലെ പട്ടികജാതിക്കാരെ ഒന്ന് പരിഷ്കരിച്ച് കളയാം എന്ന് കരുതി വിളിച്ചു കൂട്ടിയതേ അല്ല. ഡോക്ടർ PR ഷിത്തോർ എഴുതിയൊരു പുസ്തകമുണ്ട്. പുസ്തകത്തിൻ്റെ പേര് മലയാളിയുടെ ഹിന്ദുമതം എന്നാണ്. ആ പുസ്തകത്തിൽ ഉന്നയിക്കുന്നൊരു പ്രധാനപ്പെട്ട വിമർശനം, ദളിത് സമുദായത്തിൽപ്പെട്ട ആളുകൾ സമുദായ പ്രവർത്തനം നടത്തുന്നതിന് പുരോഗമന പാർട്ടികൾ ശക്തമായി എതിരായിരുന്നു എന്നുള്ള കാര്യമാണ് ചിത്തോർ തെളിവ് സഹിതം ഉദ്ധരിച്ച് സംസാരിക്കുന്നത്. പക്ഷേ അതേ സമയത്ത് തന്നെ മധ്യമജാതിയിൽപ്പെട്ടവർക്കോ സവർണജാതിയിൽപ്പെട്ടവർക്കോ ഏതെങ്കിലും തരത്തിൽ സമുദായങ്ങളിൽ പ്രവർത്തിക്കുന്നതിൽ, സമുദായത്തിൽ പ്രവർത്തിച്ചാലോ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനോ ഒരിക്കലും സ്വത്വവാദ ചാപ്പ കൊണ്ടു നടക്കേണ്ടി വന്നിട്ടേയില്ല. അവർക്ക് അങ്ങനെ ഒരു മുദ്ര കൽപ്പിച്ച് നൽകിയിട്ടുമില്ല. പക്ഷേ നോക്കൂ, നമ്മൾ തൃശ്ശൂരാണല്ലോ ഇരിക്കുന്നത്. ഈ തൃശ്ശൂരിനടുത്താണ് ഇരിങ്ങാലക്കുട. ഈ ഇരിങ്ങാലക്കുടയും ഇരിങ്ങാലക്കുട കൂടൽമാണിക്യൻ ക്ഷേത്രവും കുട്ടംകുള സമരവും ഒക്കെ തന്നെ ചില മഹാപ്രതിഭകളെ സംഭാവന ചെയ്തിട്ടുണ്ട്. PK ചാത്തൻ മാസ്റ്ററെ നമുക്ക് ഓർമ്മയുണ്ട്. ഒരിക്കൽ KPMS എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ നേതൃത്വത്തിലും അതേ സമയത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനങ്ങളിലുമൊക്കെ ഒരേ സമയം പ്രവർത്തിച്ച ആളുകളുമാണ്. പക്ഷേ പിൽക്കാലത്ത് അവർക്കൊക്കെ എന്ത് ചെയ്യേണ്ടി വന്നു? ആ ദളിത് സമുദായ പ്രവർത്തനങ്ങൾ സമ്പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കേണ്ടി വന്നു. എന്നാൽ മറ്റുള്ളവർക്ക് ഒരു കാലത്തും അത്തരം പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടേയില്ല. നോക്കൂ, നമ്മുടെ സമൂഹത്തിൽ നാമജപഘോഷയാത്ര നടത്തിയവർക്കും ബഹുമാനപ്പെട്ട മുൻ സ്പീക്കർ ഗണപതിയെ ആക്ഷേപിച്ചു എന്ന പേരിൽ ഘോഷയാത്ര നടത്തിയപ്പോഴും ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ആദരണീയനായ VD സതീശൻ അദ്ദേഹം കാണാൻ കൂട്ടാക്കിയില്ല എന്ന പേരിൽ തിരുവനന്തപുരം നഗരത്തെ മുഴുവൻ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഘോഷയാത്ര നടത്തിയപ്പോഴും കേരള സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? പക്ഷെ ഒരു സന്ദർഭത്തിൽ വലിയ പ്രശ്നം ഉണ്ടായി. അതെപ്പോഴാണ് പ്രശ്നം ഉണ്ടായത്? നിതിൻ രാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ഒരു സ്ഥാപന ഹിംസയ്ക്ക് വിധേയനാക്കിയപ്പോൾ കേരളത്തിലെ ദളിത് ആദിവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സമരം നടന്നു. ആ സമരത്തിൽ ഒരു ക്യാൻസർ രോഗിയെ തടഞ്ഞു വെച്ചു എന്നതിൻ്റെ പേരിൽ
ചാനലുകൾ അന്തിച്ചർച്ച നടത്തി. കേരളം മുഴുവൻ എന്തോ കലാപഭൂമിയാക്കി എന്നുള്ള പേരിലാണ് അന്തിച്ചർച്ച നടത്തിയത്. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണാൻ കൂട്ടാക്കിയില്ല എന്ന പേരിൽ തിരുവനന്തപുരം നഗരം ബ്ലോക്ക് ചെയ്തിട്ടും ഒരു വനിത ധീരമായി ഈ പരിപാടി ഇവിടെ നടക്കില്ല, ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പോലും ആരും അത് ചർച്ചയാക്കിയില്ല. എന്താ ചർച്ചയാവാത്തതിന് കാരണം? ഇതാണ് പുരോഗമന മലയാളി കൊണ്ട് നടക്കുന്ന ജാതിബോധം എന്ന് പറയുന്നത്. ചില ആളുകൾ ചെയ്യുമ്പോൾ അത് വളരെ പുരോഗമനവും മതേതരവും ആയിരിക്കും. ചില ആളുകൾ അതേ കാര്യം പറഞ്ഞാലോ അവരേറ്റവും നികൃഷ്ടരും സ്വത്വവാദികളും ആയി മാറുന്നൊരു സവിശേഷ സാഹചര്യം നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആഴത്തിൽ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതാണ് ഞാനിവിടെ പ്രൊഫസർ എം നാരായണൻ്റെ ലേഖനം ഉദ്ധരിച്ചത്. പട്ടികജാതിക്കാരെ ഉദ്ധരിക്കാൻ വേണ്ടി പട്ടികജാതി കൺവെൻഷൻ നടത്തും, പക്ഷേ നായർ കൺവെൻഷനോ ഈഴവ കൺവെൻഷനോ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയുകയില്ല. അതിൻ്റെ ഉത്തരം ഞാനല്ല പറയേണ്ടത് കേട്ടോ, എനിക്ക് അതിൻ്റെ ഉത്തരം പറയേണ്ട ഒരു ബാധ്യതയില്ല. അതിൻ്റെ ഉത്തരം പറയേണ്ടത് ലേഖനകർത്താക്കളും അത്തരം ആശയങ്ങൾ കൊണ്ടു നടക്കുന്നവരുമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്കതിന് കഴിയാത്തത് എന്ന് അവരുത്തരം പറയണം. നമുക്ക് ആ ഉത്തരം പറയേണ്ട ബാധ്യതയില്ല. പക്ഷേ ആ പ്രസ്താവനയിൽ ചില കാപട്യങ്ങൾ, ചില സവർണ താല്പര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാണ് കേരളത്തിൻ്റെ മതേതരത്വത്തിൻ്റെയും മലയാളി കൊണ്ട് നടക്കുന്ന ജാതിബോധത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മൂടുപടമാണ് ഈ സന്ദർഭത്തിൽ സമ്പൂർണ്ണമായി അഴിഞ്ഞു വീഴുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പുതുതായി രംഗപ്രവേശം ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഈ വിമർശനം. ഞാനതാണ് പറഞ്ഞു തുടങ്ങിയത്. വിമർശനം ഉന്നയിക്കുമ്പോൾ വിമർശനം ഉന്നയിക്കുന്നവരെ സ്വത്വവാദം എന്ന് പറഞ്ഞ മുദ്ര കുത്തുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്: താർക്കിക ബ്രാഹ്മണ്യം. വിമർശനം ഉന്നയിക്കുന്നവരെല്ലാം താർക്കിക ബ്രാഹ്മണരാണ്. വിമർശനം ഉന്നയിക്കുന്നവർ താർക്കിക ബ്രാഹ്മണ്യത്തിൻ്റെ വക്താക്കളാണ്. പ്രൊഫസർ അമർത്യ സെൻ അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ആമുഖ ലേഖനത്തിൽ തന്നെ പറയുന്നത്, തർക്കങ്ങളും വിതർക്കങ്ങളും ജനാധിപത്യം വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംവാദസ്ഥലിയാണ് എന്നാണ് പ്രൊഫസർ അമർത്യ സെൻ അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. പക്ഷേ കേരളത്തിലെ ചില പുരോഗമനകാരികൾക്ക് വിമർശനം ഉന്നയിക്കുന്നവരാരാണ്? താർക്കിക ബ്രാഹ്മണ്യത്തിൻ്റെ വക്താക്കളാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇവരാരോടാണിത് പറയുന്നത്? താർക്കിക ബ്രാഹ്മണ്യത്തെപ്പറ്റി ലേഖനം എഴുതുന്നവരും പറയുന്നവരും ഏത് ജാതിയിൽപ്പെട്ടവരാണ് നമ്മൾ അന്വേഷിക്കണ്ടേ? അത് കേരളത്തിലെ ചില സവർണ മഹാഭാരത പട്ടത്താനക്കാരാണ് ഈ താർക്കിക ബ്രാഹ്മണ്യത്തിൻ്റെ വക്താക്കൾ. അവരാണ് പറയുന്നത്. കാരണം അവർണരും മുസ്ലിങ്ങളും എങ്ങനെ ചിന്തിക്കണമെന്ന് ഞങ്ങൾ ഉപദേശിക്കും, ആ രീതിയിൽ മാത്രം നിങ്ങൾ സംസാരിച്ചാൽ മതി. അതെന്താണ്? കേരളത്തിലെ അവർണരായ അവർണ ബഹുജന കോടികളായ ദളിതർക്കും മുസ്ലിങ്ങളും എങ്ങനെ ചിന്തിക്കണം, അവർ തർക്കം ഉന്നയിക്കണോ വിതർക്കം ഉന്നയിക്കണോ എന്നൊക്കെ അവരുടെ തീരുമാനമാണ്. പക്ഷേ ഈ സൈദ്ധാന്തികർ പറയുന്ന പ്രശ്നം എന്താണെന്നറിയാമോ? മുസ്ലിങ്ങളുടെ സമരം നമ്മൾ ഏറ്റെടുക്കണം. മുസ്ലിങ്ങളുടെ സമരം എന്ത് ചെയ്യണം? നമ്മൾ ഏറ്റെടുക്കണം. എങ്ങനെ? വർഗപരമായി. പറച്ചില്ലേ ഉള്ളൂ കേട്ടോ. പക്ഷേ കേരളത്തിൽ കോഴിക്കോട് ഒരു സമരം നടന്നപ്പോൾ ഈ പുരോഗമനകാരികൾ തന്നെ ആ കോഴിക്കോട് നടന്ന സമരത്തെ വിളിച്ച പേരെന്താ? തീവ്രവാദികളുടെ സമരം എന്നാണ്. എന്തിനായിരുന്നു കോഴിക്കോട് ആ സമരം നടന്നത്? നോക്കൂ, നമ്മൾ ഈ വൈരുദ്ധ്യം മനസ്സിലാക്കണമെങ്കിൽ ഒരു കാര്യം, വർത്തമാനകാലത്തിൽ ഒരു കാര്യം മാത്രം പരിശോധിച്ചാൽ മതി. നിതിൻ രാജിൻ്റെ ഈ സ്ഥാപന ഹിംസയിൽ സമരം നടന്നപ്പോൾ അത് സ്വത്വവാദ സമരവും ആ സമരം വലിയ കലാപവുമാണ് എന്ന് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറഞ്ഞവർ തിരുവനന്തപുരം നഗരം മുഴുവൻ സ്തംഭിപ്പിച്ച ഒരു സമരം നടന്നപ്പോൾ എവിടായിരുന്നു ഈ ചാനലുകാർ? എവിടായിരുന്നു ഈ സംഘി നിരീക്ഷകന്മാർ? ആസ്ഥാന നിരീക്ഷകന്മാരെ ഈ കഴിഞ്ഞ ദിവസമൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അതിനു മുമ്പ് തിരുവനന്തപുരം മാത്രമല്ല കേരളം മുഴുവൻ അങ്ങ് ബ്ലോക്ക് ചെയ്തു. ഇത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നാണ് ഒരു ആസ്ഥാന സംഘ നിരീക്ഷകൻ, അദ്ദേഹം വലിയ മതേതര ലേബലിലൊക്കെയാണ് കേരളത്തിൽ പ്രത്യക്ഷപ്പെടുക. ആ സംഘ നിരീക്ഷകനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ തിരുവനന്തപുരത്ത് ശൂദ്രസേവാ സംഘക്കാരുടെ സമരം നടന്നപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ആർക്കെങ്കിലും ചാനൽ ചർച്ചയുണ്ടായോ? വിമർശനം ഉന്നയിക്കപ്പെട്ടോ? ജനാധിപത്യപരമായ എല്ലാ അവകാശങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് ഈ സമരം നടക്കുന്നതെന്ന് പറഞ്ഞോ? ഒന്നുമില്ല. ഇതാണ് രണ്ട് തരത്തിലാണ് ഈ പ്രശ്നങ്ങൾ.
ദളിതരുടെ, മുസ്ലിങ്ങളുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങളെ, സമുദായ പ്രവർത്തനങ്ങളെ പൈശാചികവൽക്കരിക്കുകയും രാക്ഷസവൽക്കരിക്കുകയും ചെയ്യുന്ന അഗാധമായ ഹിംസാത്മകമായ പ്രവർത്തനം കേരളത്തിൽ നടക്കുന്നത് സംഘപരിവാരത്തിൻ്റെ നേതൃത്വത്തിൽ മാത്രമൊന്നുമല്ല, അത് കേരളത്തിലെ പുരോഗമന കക്ഷികളുടെ നേതൃത്വത്തിൽ കൂടിയാണ് എന്നുള്ളത് ഏറ്റവും ഭയപ്പാടോടെയാണ് നമ്മൾ കാണേണ്ടത്. ഏറ്റവും ഭയപ്പാടോടെയാണ് കാണേണ്ടത്. നമ്മൾ സ്വത്തും എല്ലാം കൊഴിഞ്ഞു പോയി വർഗമാകണമെന്നാണല്ലോ പറയുന്നത്. സ്വത്തും എല്ലാ സ്വത്വവും കൊഴിഞ്ഞു പോകണം, ഇല്ലേ? സ്വത്തും എല്ലാം കൊഴിഞ്ഞു പോകണം. പക്ഷേ സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷ പദവിയിൽ വരുമ്പോഴത്തേക്കും പിന്നെ അവിടെ സ്വത്വം കൊഴിഞ്ഞു പോകത്തില്ല. അവിടെ പിന്നെ വർഗമില്ല. പിന്നെ അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? അവിടെ പിന്നെ സ്വത്വം മാത്രമേ ഉള്ളൂ. അവിടെ പിന്നെ ചില പ്രത്യേക ആൾക്കാർ മാത്രമേ ആ കസേര ഇരിക്കാവൂ. അവിടെ എന്താ സത്വം കൊഴിഞ്ഞു പോകാത്ത എന്താ? സാഹിത്യ അക്കാദമി മാത്രമല്ല, കേരളത്തിലെ സർവകലാശാലകൾ, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എന്താ അവിടെ സ്വത്വം കൊഴിഞ്ഞു പോകാത്ത എന്താ? സ്വത്വം കൊഴിഞ്ഞു പോയി നമ്മളെല്ലാം വർഗമാകാത്ത എന്താ? വർഗമായിട്ട് വേണം ആളുകളെ സെലക്ട് ചെയ്യാൻ. എന്താ അങ്ങനെ സംഭവിക്കാത്തത്? അങ്ങനെ സംഭവിക്കുന്നില്ല. അപ്പം ഈ വാദം ഉന്നയിക്കുന്നവർ അവരുടെ ഭരണകാലയളവിലോ അവർ ഇടപെടുന്ന മേഖലകളിലോ സാംസ്കാരിക മേഖലകളിൽ ഒരിക്കൽ പോലും സ്വത്വാതീതമായി, കോട്ടാൻകോട്ട് ആ സ്വത്വത്തിന് അതീതമായിട്ട് മനുഷ്യരെയെല്ലാം ഉൾച്ചേർക്കുന്ന എന്തെന്ത് പ്രവർത്തനങ്ങളാണ് സമൂഹത്തിൽ നടത്തിയത് എന്ന് ഇന്നത്തെ നിലയ്ക്ക് നമ്മൾ ആഴത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് പോക്കർമാഷ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങൾ നമ്മൾ കൂടുതൽ സംവാദത്തിനായിട്ട് തുറന്നിട്ടുണ്ട്. ഞാൻ രണ്ട് കൊട്ടേഷനെ ഈ എരിക്കിന്തിയിൽ നിന്ന് ഉദ്ധരിക്കുന്നുള്ളൂ. മാഷ് അതിനകത്തൊരിടത്ത് പറയുന്നുണ്ട്. എരിക്കിന്തിയിലെ 177 പേജിൽ പറയും, ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളിൽ കീഴാളരെയും ദളിതരെയും ന്യൂനപക്ഷങ്ങളെയും അനുസരണയുള്ള ജാതിച്ചോർ തിന്നുന്ന യാചകരാക്കി മാറ്റാമെന്ന ധാരണയ്ക്ക് പരിക്ക് പറ്റിയത് കൊണ്ടാണ് പിന്നീട് സാവകാശം ക്ലാസ്സുകളിൽ നിന്നും എന്നെ സംഘാടകർ ഒഴിവാക്കി. മാഷ് എഴുതുന്നതാണ്, എൻ്റെ കൊട്ടേഷനല്ല. മറ്റൊരു വാചകം, മറ്റൊരു കാര്യം പറയുന്നത്, ഈ ആളുകളുടെ പേര് പറയേണ്ടതുണ്ട്. വിമർശനം ഉന്നയിക്കുമ്പോൾ എന്തിനാണ് ആളുകളുടെ പേര് പറയുന്നത്? ഇത് കേരളത്തിലെ അക്കാദമിഷ്യന്മാർ കൊണ്ടു നടക്കുന്ന ഒരു കാപട്യമാണെന്ന് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കുറഞ്ഞ പക്ഷം നിങ്ങൾ പാശ്ചാത്യ പണ്ഡിതന്മാരെയെങ്കിലും കണ്ടുപിടിക്കണം. കിരണതന്ത്രത്തിന് ഏറ്റവും പ്രാചീനമായൊരു തന്ത്രഗ്രന്ഥമാണ് കിരണതന്ത്രം. കിരണതന്ത്രത്തിന് ആമുഖം എഴുതിയ കിരണതന്ത്രത്തിന് സംശോധിത പാഠം തയ്യാറാക്കിയ ആഗോളതലത്തിൽ അറിയപ്പെടുന്ന സംസ്കൃത പണ്ഡിതനും സാമൂഹ്യശാസ്ത്രജ്ഞനും ചരിത്രകാരനുമായ പ്രൊഫസർ ഡോക്ടർ ഡൊമിനിക് ഗുഡാൾ അദ്ദേഹത്തിൻ്റെ കിരണതന്ത്രത്തിൻ്റെ ആമുഖത്തിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ഭാരതീയ ദർശനം സെക്കൻഡറിയും ടെറിഷറിയുമായ സോഴ്സുകൾ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഒരു പുസ്തകമാണെന്നും അതിന് യാതൊരു ആധികാരികതയും ഇല്ല എന്ന് പറയാൻ മടി കാണിക്കാത്ത ഒരാളാണ് പ്രൊഫസർ ഡോക്ടർ ഡൊമിനിക് ഗുഡാൾ. കേരളത്തിലാണെങ്കിലോ പേര് പറയാൻ പാടില്ല. എന്തിനാണ് പേര് പറയാൻ പാടില്ലെന്ന് പറയുന്നത്? അത് ഞങ്ങൾ സവർണരെ ഒന്നും വിമർശിക്കരുത് കേട്ടോ എന്നുള്ളതിൻ്റെ ആസൂത്രിതമായ കുതന്ത്രത്തിൻ്റെ ഭാഗമാണ് പേര് പറഞ്ഞ് വിമർശിക്കരുത്. അതെന്താണ് പേര് പറഞ്ഞ് വിമർശിച്ചാൽ? പേര് പറഞ്ഞ് വിമർശിച്ചാൽ അങ്ങോട്ട് അഴിഞ്ഞു വീഴുന്ന എല്ലാ ഉടയാടുകളും അങ്ങോട്ട് അഴിഞ്ഞു വീഴട്ടെ. പേര് പറയാൻ പാടില്ല. നോക്കൂ, KN മാഷിനെതിരെയും പോക്കർ മാഷിനെയും ഒക്കെ തന്നെ പടയോട്ടക്കാരായി ചിത്രീകരിച്ചു. എരിക്കിന്തി 225 പേജ്. ആ ഖണ്ഡിക തന്നെ ഉദ്ധരിക്കാം. എന്തുകൊണ്ട് MM നാരായണൻ എഡിറ്റ് ചെയ്തൊരു പുസ്തകത്തിൻ്റെ പേര് സ്വത്വവാദം ആർക്കു വേണ്ടി, എൻ്റെയും KNൻ്റെ എഴുത്തിനെ ഹിംസാത്മകമായി വിമർശിച്ചുകൊണ്ട് സുനിൽ പി ഇളയിടം എഴുതിയ ലേഖനം വിമർശനത്തിൻ്റെ കുന്തമന ഇത്രമാത്രം കോപാകുലമായി ഞങ്ങൾ രണ്ടുപേരിലേക്ക് തിരിച്ചു വെക്കുന്നു എന്നതാണ് പ്രധാന പ്രശ്നം. ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. എന്തുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷത്തിന് വേണ്ടി ഈ 2 പുരോഗമന സവർണ ബ്രാഹ്മണർ ഞങ്ങളുടെ നിലപാടിൽ ഇത്രമാത്രം അസ്വസ്ഥരാകുന്നു എന്നതാണ് മറ്റൊരു ചോദ്യം. എൻ്റെ പുസ്തകത്തിൽ ഖർദാവിയുടെ ഇസ്ലാമിക ഭരണസങ്കല്പത്തെ വിമർശിക്കുന്ന ലേഖനം ഉണ്ടായിട്ടും അത് പരാമർശിക്കാതെ എന്നെ പടയോട്ടക്കാരനാക്കിയത് എന്തിനെന്നാണ് ചോദ്യം. ഇസ്ലാമോഫോബിയ ഇടതുപക്ഷത്തേക്ക് കടത്തിവിടാൻ എന്തിന് ഞങ്ങളെ 2 പേരെയും ബലിയാടുകളാക്കേണ്ടി വന്നു? ഇതാ ചോദ്യം. എരിക്കിന്തിയിലെ ഈ ചോദ്യം നമ്മളെ ചുട്ടുപൊള്ളിക്കും. നിങ്ങളിൽ പലർക്കും പ്രിയങ്കരായിരിക്കാം ഈ പുസ്തകത്തിൽ പറയുന്ന പല ആളുകളും. ഡോക്ടർ
രതീഷിൻ്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് സൗഹൃദം എന്നാണ്. സൗഹൃദത്തെ പറ്റിയുള്ളൊരു പ്രധാനപ്പെട്ട ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു അഗാധമായ പഠന ഗവേഷണ പുസ്തകമാണ് രതീഷിൻ്റെ സൗഹൃദത്തെ പറ്റിയുള്ള പുസ്തകം. സൗഹൃദം ബ്രാക്കറ്റിനകത്തും പുറത്തും എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. സൗഹൃദം ബ്രാക്കറ്റിനകത്തും ബ്രാക്കറ്റിന് പുറത്തും. ചില വിഷയങ്ങളിൽ നമ്മളോടൊപ്പം നിൽക്കുമെന്ന് പറയപ്പെടും. പക്ഷേ മറ്റു പല സന്ദർഭങ്ങളിലും അന്തർധാരയിലൂടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നമുക്ക് പാര വെച്ചുകൊണ്ടേയിരിക്കും. ആ രീതിയിലാണ്. KN മാഷ് ഓണത്തെ സംബന്ധിച്ചാണെങ്കിലും അതുപോലെ തന്നെ കാളനെ സംബന്ധിച്ചാണെങ്കിലും കാളനാവാമെങ്കിൽ കാളയുമാവാമെന്ന് പറയുന്ന KNൻ്റെ വളരെ വിഖ്യാതമായ വാചകം. ഓണത്തെ സംബന്ധിച്ച് അതിൻ്റെ സവർണതയെ ചോദ്യം ചെയ്യുന്ന KN മാഷിൻ്റെ വളരെ വിഖ്യാതമായ ഓണത്തെ സംബന്ധിച്ച ലേഖനം പുറത്തു വരുമ്പോൾ ചില പുരോഗമനകാരികളുടെ ലേഖനം ഓണത്തിൻ്റെ സവർണതയെ ബഹുസ്വരമാക്കി അഴിച്ചു വിട്ടുകൊണ്ട് ബഹുസ്വരമാണ്. അവരെ സംബന്ധിച്ച് കൃഷ്ണൻ ബഹുസ്വരൻ. കൃഷ്ണൻ സബ്വേഴ്സീവ് പൊട്ടൻഷ്യലുള്ള ദൈവമാണ്. ബഹുസ്വര കൃഷ്ണൻ, മതേതര കൃഷ്ണൻ. ഹിന്ദുത്വവാദികൾ കേരളത്തിൽ ഗണേശോത്സവം നടത്തിയപ്പോൾ പാലക്കാട് പുരോഗമന കക്ഷികൾ പുരോഗമന ഗണേശ ജയന്തി നടത്തിയത് നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ നമുക്ക് ഈ സബ്വേഴ്സീവ് പൊട്ടൻഷ്യലിലൂടെ ഇതിനെ പ്രതിരോധിക്കാമെന്നാണ് നമ്മൾ പൊതുവെ വിചാരിച്ചിരിക്കുന്നത്. എപ്പോഴും പറയാറുള്ളത് പോലെ ഈ വേദിയിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കണ്ണൂർ ഒരു പരിപാടിക്ക് ചെന്നപ്പോൾ അവിടുത്തെ ലൈബ്രറി കൗൺസിലിൻ്റെ എൻ്റെ ആദരണീയനായൊരു സുഹൃത്ത് പറഞ്ഞത്, നമ്മൾ ഈ അമ്പലക്കമ്മിറ്റി പിടിക്കാൻ വേണ്ടി നമ്മുടെ കുറേ സുഹൃത്തുക്കൾ പോയി. അദ്ദേഹം വളരെ ദുഃഖത്തോടു കൂടി പറഞ്ഞത്, അമ്പലക്കമ്മിറ്റി പിടിക്കാൻ പോയ നമ്മുടെ സഖാക്കന്മാരെ പലരെയും തിരിച്ചു കിട്ടിയില്ല, അവരതുവഴി അങ്ങ് പോയി. ഈ സൈദ്ധാന്തികമായി നിശ്ചയദാർഢ്യം ഉറപ്പുമില്ലാത്ത ആളുകൾ പോകുമ്പോൾ മണിയടിയും കർപ്പൂര കുഴിയിലും കാണുമ്പോൾ ബോധം കെട്ട് രാമ പാഹിമ, ഇതാവസ്ഥ. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, ലൈബ്രറി കൗൺസിലിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകനാണ് പറഞ്ഞത്. അപ്പോൾ രതീഷിൻ്റെ പുസ്തകത്തിലേക്ക് തിരികെ വന്നാൽ ഒരേ സമയത്ത് KN മാഷും പോക്കർ മാഷും കാണുമ്പോൾ കെട്ടിപ്പിടുത്തം, കാണുമ്പോൾ ഷെയ്ഖ് ഹാൻഡ്, കാണുമ്പം ചക്കരെ പാല് തേന് കരള്. ഇല്ലേ, നമ്മുടെ നാരായണ ഗുരുസ്വാമികളുടെ ഒരു കവിതയുണ്ട്. ആ കവിതയിൽ ശിവനെ സ്തുതിക്കുന്നുണ്ട്. പുതുമാങ്കനി പൂത്തമൃതേ കുളമേ മധുവേ മധുരക്കനിയേ രസമേ വിധി മാധവരാതി തിരഞ്ഞിടുമൻ പതിയേ പദപങ്കജമേ ഗതിയേ. നീ പുതുമാങ്കനി പൂത്തമൃതാണോ? നീ ഗുളമാണോ? നീ ശർക്കരയാണോ? മധുവേ തേനേ മധുരക്കനിയെ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇത് ഞാനിത് താരതമ്യം ചെയ്യാൻ വേണ്ടിയല്ല, ഗുരു അതുപോലെ ചെയ്തു എന്ന് വരുത്തത് അങ്ങനെ സമർത്ഥിക്കുകയല്ല. മറിച്ച് നിങ്ങളെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുകയും നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് ഷെയ്ഖാൻ്റെ തരികയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ മുകളിൽ പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം നടത്തുകയൊക്കെ ചെയ്തിട്ട് മുറിക്കകത്ത് കയറിയിരുന്ന് രണ്ട് പടയോട്ടക്കാർ. ആരൊക്കെയാണ്? KN പോക്കർ മാഷ്. കാണുമ്പോൾ കൊള്ളാം, നല്ല ചിരിയൊക്കെ ചിരിച്ച് രാമ പാഹിമ ഒക്കെ ചൊല്ലി മഹാഭാരതം ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ സംഗതിയാണെന്നൊക്കെ പ്രസംഗിച്ചിട്ട് ലേഖനം എഴുതുന്ന എന്താണ്? ലേഖനം എഴുതുന്ന പോക്കർ മാഷും KN പടയോട്ടക്കാരാണ്. ഈ പടയോട്ടം നമ്മളെ എന്തിനെയാണ് ഓർപ്പിക്കുന്നത്? ഈ പടയോട്ടം ടിപ്പുവിനെയാണ് ഓർപ്പിക്കുന്നത്. ടിപ്പു പടയോട്ടം നടത്തി, ക്ഷേത്രഹിംസകൾ നടത്തി എന്ന് പറയുന്ന കൊളോണിയൽ ചരിത്രകാരന്മാരും അതുപോലെ തന്നെ ഹിന്ദുത്വവാദികളും കേരളത്തിൽ നിർമ്മിച്ചെടുത്ത അതേ ഇസ്ലാമോഫോബിയയുടെ ബിംബസങ്കല്പം ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിലെ പുരോഗമനകാരികൾ പോക്കർ മാഷയെയും KNയെയും അടയാളപ്പെടുത്തിയത് എന്നുള്ളത് നമ്മൾ വളരെ അഗാധമായി ഈ സന്ദർഭത്തിൽ പരിശോധിച്ചേ പറ്റൂ. ഈ പുസ്തകം വായിച്ചിട്ട് നമ്മൾ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. എരിക്കിന്തി വായിച്ചതിന് ശേഷം ഇതിലെ പ്രശ്നങ്ങളുമായി, ഇതിൽ പറയുന്ന പ്രശ്നങ്ങൾ വിശദീഭൂതമായ നമ്മുടെ മനോമുകുരത്തിൽ പ്രതിഫലിച്ച് എൻ്റെ ദുഃഖം കൂടിയായി ഈ സമൂഹത്തിൽ ഞാൻ ഉൾപ്പെടെയുന്ന ആളുകൾ അനുഭവിക്കുന്ന ഒരു ദുഃഖത്തിൻ്റെ പ്രതിബിംബം നമ്മുടെ ഉള്ളിലേക്ക് പ്രതിഫലിച്ച് ആ വിതുമ്പലും വേദനയും പ്രതിസന്ധിയും സമൂഹത്തിൻ്റെ സംഘർഷവും നമ്മളെ വേട്ടയാടാൻ തുടങ്ങും, നമ്മളെ ദുഃഖിപ്പിക്കും, നമ്മളെ ദ്രവിപ്പിക്കും. ആ ദ്രവിപ്പിക്കുമ്പോൾ നമ്മൾ പ്രക്ഷുബ്ധരാകും. ആ പ്രക്ഷുബ്ധതയിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? വിമർശനം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അജിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ പ്രക്ഷുബ്ധതയാണ്.
അതുകൊണ്ടാണ് അംബേദ്കർ പ്രക്ഷുബ്ധത എന്ന വാക്ക് ഉപയോഗിച്ചത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, എരിക്കിൻ്റെ പ്രക്ഷുബ്ധമായ ഒരു മനസ്സിൻ്റെ, പ്രക്ഷുബ്ധനായ ഒരു തത്വചിന്തകൻ്റെ, പ്രക്ഷുബ്ധനായ ഒരു സാഹിത്യ ദാർശനികൻ്റെ കേരള സമൂഹത്തോടും ഇന്ത്യൻ സമൂഹത്തോടുള്ള ആഴമേറിയ ഒരു സംവാദമാണ് ആദരണീയനായ പോക്കർ മാഷ് രചിച്ച എരിക്കിൻ്റെ എന്ന് പറയുന്ന പുസ്തകം. അതുകൊണ്ട് കേരള സമൂഹം ഏറ്റവും ആദരവോടുകൂടി കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് എരിക്കിൻ്റെ എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. വളരെ ആദരവോടുകൂടി കാണേണ്ട ഒരു പുസ്തകമാണ്. അതെന്തുകൊണ്ടെന്നാൽ തുറന്ന് പ്രഖ്യാപിക്കുകയും തുറന്ന് പറയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ തുറന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലത് നഷ്ടപ്പെടും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിലത് നഷ്ടപ്പെടും. ചില പേരുകൾ ഉദ്ധരിച്ച് വിമർശിക്കുമ്പോൾ നിങ്ങൾക്ക് പലതും നഷ്ടപ്പെടും. നിങ്ങൾക്ക് ചില അധികാര സ്ഥാനങ്ങളിലേക്കും ചില ഇടങ്ങളിലേക്കുമുള്ള എല്ലാ വാതിലുകളും ചിലപ്പോൾ കൊട്ടിയടഞ്ഞെന്ന് വരും. പക്ഷേ ഏതൊക്കെ വാതിലുകൾ കൊട്ടിയടഞ്ഞാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഞാനൊരു വിമർശനം ഉന്നയിക്കാൻ ധൈര്യം കാണിക്കുമെന്ന് പറയുന്ന പ്രഖ്യാപനം ഉണ്ടല്ലോ, ആ പ്രഖ്യാപനം എടുത്തവരാണ് കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണത്തെ, കേരളത്തിൻ്റെ ജ്ഞാനോദയ ചിന്താ പാരമ്പര്യത്തെ മുന്നോട്ടെടുത്ത നാരായണ ഗുരുസ്വാമികളും സാക്ഷാൽ സഹോദരൻ അയ്യപ്പനും പൊയ്കേലപ്പച്ചനും ഒക്കെ. ആ വിമർശ പാരമ്പര്യത്തെ മുന്നോട്ടെടുത്തവരാ, സധൈര്യം അത് പ്രഖ്യാപിച്ചവരാണ്, സധൈര്യം അത് പ്രഖ്യാപിച്ചവരാ. അത്തരമൊരു പ്രഖ്യാപനം കൂടിയാണ് യഥാർത്ഥത്തിൽ പോക്കർ മാഷിൻ്റെ എരിക്കിൻ്റെ എന്ന് പറയുന്ന പുസ്തകം. ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടാനുണ്ട്. ആ നഷ്ടപ്പെടേണ്ട ഒരു കാര്യം മാഷ് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഇടതുപക്ഷത്തിൻ്റെ ചില പുരോഗമന പരിപാടികളിൽ തന്നെ വിളിക്കാറില്ല. തുറന്നു പറയുന്നവരെ ഒഴിവാക്കുക. ഈ പുസ്തകത്തിൽ ഇത്രയും കാര്യം പറഞ്ഞിട്ടും, പേര് പറഞ്ഞ് ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ വ്യക്തമാക്കിയിട്ടും പോക്കർ മാഷ് പറഞ്ഞത് മുഴുവൻ കള്ളമാണ് എന്ന് പറയാൻ ഈ പുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളവർക്ക് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടായിട്ടുണ്ടോ ഈ നിമിഷം വരെ? അല്ലെ പോക്കർ മാഷിനെതിരെ കേസ് കൊടുക്കട്ടെ, നാളെ കേസ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ് കേസിനാരും പോകണ്ട കേട്ടോ. മാഷിനെ ഈ പ്രായമായ കാലത്ത് ഉപദ്രവിക്കരുത്. എന്താണ് തെള്ളിപ്പറയാൻ പറ്റുമോ? എന്താണ് തെള്ളിപ്പറയാത്തത് എന്ന് പറഞ്ഞാൽ ഈ മൗനം ഭജിച്ച് അതിനെ അങ്ങോട്ട് തെള്ളിക്കളയുക എന്ന് പറയുന്ന തന്ത്രമുണ്ട്. മിണ്ടാതിരിക്കുക. വിമർശനം വരുമ്പോൾ എന്ത് ചെയ്യുക? നമ്മളൊരു പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞതുപോലെ. എവിടെ നമ്മളിപ്പോൾ ഒരാളോട് പറയുക, ഇത് മാഷിനെ പറ്റി ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല കേട്ടോ. ആ പുസ്തകത്തിൻ്റെ പേജ് സഹിതം മറ്റേയാൾക്ക് വാട്സപ്പിൽ പുസ്തകം പ്രസിദ്ധീകരിച്ച് 1-ാം പതിപ്പിൽ തന്നെ എത്തിക്കഴിഞ്ഞു. പക്ഷേ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ എന്ത് പറയും? ഞാൻ ആ പുസ്തകം ഇതുവരെ വായിച്ചിട്ടില്ല, ഞാൻ ആ പുസ്തകം ഇതുവരെ കണ്ടിട്ടില്ല. ഇമാതിരി കാവട്ടെയൊക്കെ എന്നേ മലയാളികൾ മനസ്സിലാക്കി കഴിഞ്ഞു എൻ്റെ മാഷന്മാരെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ കാവട്ടെയൊക്കെ കേരളീയർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഈ പുസ്തകത്തിലെ പേജുകൾ എത്തിക്കഴിഞ്ഞു എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ അതങ്ങ് തുറന്ന് സമ്മതിക്കുന്നതിന് എന്താ ഇത്ര ബുദ്ധിമുട്ട്? അപരപ്രിയത്തെപ്പറ്റി പ്രസംഗിക്കും. ആത്മോപദേശ ശതകം നമ്മുടെ ശ്ലോകങ്ങളിൽ വന്ന് നിരക്കും. അപരനു വേണ്ടി അഹർനിശം പ്രയത്നം, കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു, കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യും നവജയകർമ്മം അവനു വേണ്ടി മാത്രമാകും എന്ന് ഗുരുവിനെ ഉദ്ധരിച്ച് പ്രസംഗിക്കും. പക്ഷേ അതേ സമയത്ത് തന്നെ പറയും എന്തു പറയും? KENA നമ്മൾ പ്രസംഗിക്കാൻ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതേ സംഘാടകർ തന്നെയാണ് അപരപ്രിയത്തെപ്പറ്റി സെമിനാർ നടത്തിയവരാ. അപരപ്രിയത്തെപ്പറ്റി സെമിനാർ നടത്തിയ അതേ വാട്സപ്പ് ഗ്രൂപ്പുകാരാണ് KENA നമ്മുടെ പരിപാടിക്ക് വിളിക്കേണ്ടതായിട്ടുണ്ടോ? എങ്ങനെ? ലൈൻ ഏതാ? വ്യക്തമാണല്ലോ. ഇവർ തന്നെ അപരപ്രിയം സെമിനാർ, അപരപ്രിയം ഈ ടാഗ് ലൈനില്ല സെമിനാർ. ഇത്തരം സെമിനാറുകളിലൊന്നും യാതൊരു ആത്മാർത്ഥതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് അപരപ്രിയം? ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ എന്താണ് ഇന്ന് ആഴത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ പ്രശ്നങ്ങളോട് താതാത്മ്യപ്പെടാനും ആ പ്രശ്നങ്ങളോട് ഐക്യപ്പെടാനും ആ പ്രശ്നങ്ങളെ ചരിത്രപരമായി പരിശോധിക്കാനും കഴിയുമ്പോൾ മാത്രമേ അപരപ്രിയം എന്ന് പറയുന്ന ആശയത്തിലേക്ക് നമുക്ക് തുറക്കാൻ കഴിയത്തുള്ളൂ. ഇതേതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയ വിമർശനമോ അങ്ങനെയൊന്നും കരുതേണ്ടതായിട്ടേ ഇല്ല.
അപ്പോൾ പറയും ഞങ്ങളെ നന്നാക്കാൻ വേണ്ടി നിങ്ങൾ പറയുകയാണെന്ന്. അപ്പോൾ അത്തരക്കാർക്കൊരു പേരിട്ടിട്ടുണ്ട്, ഇടതുപക്ഷ നന്നാക്കികൾ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ഇവിടെ ആരും ആരെയും നന്നാക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ആരെയും നന്നാക്കേണ്ട കാര്യമില്ല. ഇല്ല, പഴയ ചൂരൽ മാഷന്മാരല്ലല്ലോ നന്നാക്കി, ചൂരൽ വടിയെടുത്തും ഒക്കെ നന്നാക്കി കളയാവുന്ന. ഇതൊരു ജനാധിപത്യത്തിൻ്റെ കാലമാണ്. വിമർശനം ഉന്നയിക്കുന്നതിലൂടെ കൂടുതൽ ജനാധിപത്യപരമായ ബഹുസ്വരമായ പുതിയ സംഘടനകളും പുതിയ ജനാധിപത്യ പ്രസ്ഥാനങ്ങളൊക്കെ രൂപം കൊള്ളുക യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അല്ലാതെ ചില ആളുകളെ അങ്ങോട്ട് നന്നാക്കി കളയാം എന്ന സങ്കല്പമൊന്നും അല്ല ഇതിൻ്റെ പിന്നിലൊന്നും ഉള്ളത് എന്നുള്ള കാര്യം കൂടി ഈ വേദിയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ ഒരു ഹിന്ദു സ്വത്ത് നിർമ്മിതി നടന്നു കഴിഞ്ഞു. കേരളത്തിൽ തന്നെയാണ് 1982 വിശാല ഹിന്ദു സമ്മേളനത്തോടനുബന്ധിച്ച് കേരളത്തിൽ രാമായണം വായിച്ച് രാമായണ പാരായണ വാരാചരണം നടത്തുവാൻ തീരുമാനിക്കുന്നത്. ഇന്ന് പക്ഷേ ഈ രാമായണ പാരായണം ഏത് നിലയിലേക്ക് എത്തി? ഇത് ചിരപുരാതനമായ കാലം മുതൽ തന്നെ കേരളത്തിൽ ആഘോഷിച്ചു വരുന്നൊരു കാര്യമാണ്. രാമായണം എന്നുള്ള രീതിയിൽ ഉറച്ചു കഴിഞ്ഞു. നമ്മളതിന് പുരോഗമന കക്ഷികളിൽപ്പെട്ട ആളുകൾ അത് പ്രതിരോധിക്കാൻ വേണ്ടി എന്താ ചെയ്തത്? നമ്മൾ ജഗദാനന്ദകാരകൻ്റെ ചിത്രം നിർമ്മിച്ചു. രാമൻ ആരാണ്? രാമൻ ജഗദാനന്ദകാരകൻ. രാമൻ ആരാണ്? കാരുണ്യവാൻ. പിന്നെ നമ്മൾ എന്ത് പറയും? ബഹുസ്വര രാമായണം, ആദിവാസികളുടെ രാമായണം ഉണ്ടായിരുന്നു, ഉണ്ട്, ആയിക്കോട്ടെ. പിന്നെ എന്ത് പറയും? അങ്ങ് തായ്ലൻഡിലുണ്ട്, അങ്ങ് ജപ്പാനിലുണ്ട്, പണ്ഡിറ്റ് കറുപ്പൻ അങ്ങ് ജാപ്പാനിലുണ്ടെന്നൊക്കെ പറഞ്ഞ് കവിത എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ഈ രാമായണത്തെ പ്രതിരോധിക്കാൻ ഈ ഉള്ളിൽ കടന്ന് ഇതിനെ വിമർശനം ഉന്നയിക്കുന്നതിന് പകരം ആ വൃത്തത്തിൻ്റെ പുറത്തേക്ക് കടന്ന് ജപ്പാനിലും തായ്ലൻഡിലേക്കും ഒക്കെ പോവുക. എന്നിട്ട് അവിടുത്തെ രാമൻ, അവിടുത്തെ ഹനുമാൻ ബ്രഹ്മചാരി അല്ലായിരുന്നു, മത്സ്യത്തെ വിവാഹം കഴിച്ചത്. അതൊക്കെ യാഥാർത്ഥ്യമാണ്. തായ്ലൻഡിലെ രാംകീൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഹനുമാൻ ബ്രഹ്മചാരിയല്ല, ഒരു മത്സ്യകന്യകയുടെ പുറകെ നടക്കുന്ന ഒരു കാമുകനായ ഒരാളാണ് ഹനുമാൻ. അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യില്ല? എഴുത്തച്ഛൻ്റെ രാമായണത്തെ വിമർശിക്കില്ല, വിമർശനാത്മകമായി പരിശോധിക്കുകയില്ല, വാൽമീകി രാമായണത്തെ പരിശോധിക്കില്ല. പകരം എന്ത് ചെയ്യും? നമ്മൾ ആ വൃത്തത്തിന് പുറത്തേക്ക് കടന്നിട്ട് ഇല്ലേ രാമജപഘോഷയാത്രയുണ്ടല്ലോ, നാമജപഘോഷയാത്ര പോലെ ചുറ്റിനും കടന്ന് കറങ്ങുക. അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കത്തില്ല ഒരിക്കലും. എന്നിട്ടെന്ത് പറയും? ത്യാഗരാജൻ്റെ ജഗദാനന്ദകാരകൻ. രാമൻ ആരാണ്? ജഗദാനന്ദകാരകനാണ് എന്ന് പറഞ്ഞാൽ പ്രശ്നം പരിഹരിച്ചോ? പ്രശ്നം ഒരിക്കലും പരിഹരിക്കപ്പെടത്തില്ല. എഴുത്തച്ഛൻ്റെ രാമായണത്തെ സംബന്ധിച്ച് ഈ കർക്കിടകം 1-ാം തീയതി കേരളത്തിൻ്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദരണീയനായ പ്രസിഡൻറ്റ്, മലയാളം സർവകലാശാലയുടെ മുൻ VC-യുമായിരുന്ന ജയകുമാർ IAS എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, കേരളത്തിലെ ജാതി വ്യവസ്ഥയ്ക്കെതിരെയുള്ള വലിയൊരു പോരാട്ടമായിരുന്നു എഴുത്തച്ഛൻ നടത്തിയത്. എന്തു പോരാട്ടമാണ് അദ്ദേഹം നടത്തിയതെന്ന് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് കമ്പോട് കമ്പ് വായിച്ച് എനിക്കിതുവരെ ബോധ്യം വന്നിട്ടില്ല. കാരണം എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ പറയുന്നത്, മഞ്ഞിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ പൂജിക്ക മാമടോ. ഭൂമിയിൽ ഒരു ദ്വിജനായി പറഞ്ഞാൽ, ദ്വിജൻ എന്ന് പറഞ്ഞാൽ 3 ആൾക്കാരെ ഉദ്ദേശിക്കുന്നത്, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ. ഇങ്ങനെ 3 കൂട്ടരായിട്ട് ജനിച്ചാൽ മാത്രമേ എന്നെ പൂജിക്കാൻ അധികാരിയാവൂ എന്ന് പറഞ്ഞ ആളാണ് എഴുത്തച്ഛൻ്റെ രാമൻ. അവിടം കൊണ്ടും കഴിഞ്ഞില്ല. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന കർമ്മസിദ്ധാന്തം എഴുത്തച്ഛൻ ആവിഷ്കരിച്ചു. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ദളിതരും ആദിവാസികളും പിന്നോക്കക്കാരും അവരുടെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം എന്താണ്? അവർ തന്നെ ചെയ്ത പൂർവ്വജന്മ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് അവർ ഈ ജന്മത്തിൽ ഈ ഒരു പതിതാവസ്ഥ അനുഭവിക്കേണ്ടി വന്നത് എന്ന കർമ്മസിദ്ധാന്തമാണ് എഴുത്തച്ഛൻ മുന്നോട്ട് വെക്കുന്നത്. എഴുത്തച്ഛൻ പറയുന്നുണ്ട്, ഈ ലോകം ഭൗതികാസ്പദങ്ങളുടെ പിന്നാലെയുള്ള പായലുകൾ. എഴുത്തച്ഛൻ എഴുതും, നരേന്ദ്രോഹം ആഢ്യോഹമെന്ന് ആമ്രേടിതം കലർന്നിടും ദശാന്തരെ, ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞുപോയിടില്ല. നരേന്ദ്രോഹം ആഢ്യോഹമെന്ന് ആമ്രേടിതം കലർന്നിടും ദശാന്തരെ, ഞാൻ രാജാവാണ്, ഞാൻ വലിയ മന്നനാണെന്നൊക്കെ വിചാരിക്കുമ്പോൾ ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോയിടാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിരാം. വന്യസന്തപ്ത ലോഹസ്താംബു ബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം.
വന്യസന്തപ്ത ലോഹസ്താംബ ബിന്ദുന, ചുട്ടുവഴുത്ത ലോഹത്തിൻ്റെ കഷ്ണത്തിലേക്ക് ഒരു തുള്ളി വെള്ളം വീഴുമ്പോൾ ആ ഒരു തുള്ളി വെള്ളം നിമിഷാർദ്ധം കൊണ്ട് ആവിയായി പോകുന്നത് പോലെയാണ് മനുഷ്യജീവിതം എന്ന് പറയുന്ന വാക്യങ്ങളിലൂടെയൊക്കെ തന്നെ ഭൗതിക ജീവിതാസ്പദങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നിഷ്പ്രഭമാണ് എന്നാണ് എഴുത്തച്ഛൻ പറഞ്ഞു വെച്ചത്. ഈ വാക്യവും കേട്ടുകൊണ്ട് ഇന്ത്യയിലെ ദളിതരും ആദിവാസികളും ജീവിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഇന്ത്യയിലെ സവർണർ ഒരിക്കലെങ്കിലും എഴുത്തച്ഛൻ്റെ രാമായണത്തിലെ ഈ വാചകം കേട്ടിട്ടേയില്ല. ഉമാമഹേശ്വര സംവാദമായിട്ടാണ് എഴുത്തച്ഛൻ്റെ രാമായണം രൂപപ്പെട്ടിരിക്കുന്നത്. ഉമാ മഹേശ്വരനോട് പറയുന്നത് തന്നെ, എന്നോട് വർണ്ണാശ്രമധർമ്മങ്ങൾ എന്നെ യഥാവിധി ഉപദേശിച്ചാലും എന്ന. വർണ്ണാശ്രമധർമ്മങ്ങൾ യഥാവിധി ഉപദേശിച്ചാലും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് വിപ്ലവമാണ് ഇതിൽ നമ്മൾ കാണുക? നോക്കൂ, ഒരു ചെറിയ പ്രസ്താവന ഞാൻ നടത്തിയതിൻ്റെ പേരിൽ കഴിഞ്ഞ ഈ കർക്കിടക മാസം തുടങ്ങിയത് മുതൽ സോഷ്യൽ മീഡിയ വലിയ പരാക്രമമാണ്. തെറിവിളി പിന്നെ സ്വാഭാവികമായൊരു കാര്യമായി മാറിയതിനാൽ ഇപ്പോൾ അത് കാര്യമാക്കേണ്ടതായിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതകാലത്ത് കേൾക്കാത്ത തെറിയാണ് ഇപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ കമൻറ്റ് ബോക്സുകളിൽ, അത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും. ചില ആളുകൾ ഇപ്പോൾ ഏതോ മാധ്യമ സ്ഥാപനങ്ങളിലൊക്കെ വിളിച്ച് നമ്പർ സംഘടിപ്പിച്ചിട്ട് നേരിട്ട് വിളിച്ച് നേരിട്ട് വിളിച്ച അപ്പോൾ ആ തെറിയെല്ലാം ആദരവോടെ കേൾക്കുക എന്നുള്ളതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? തെറി വിളിക്കുന്ന വിദ്വാൻമാരോട് സംവാദത്തിന് പോയിട്ട് കാര്യമില്ല. ആദരവോടുകൂടി സ്വീകരിക്കുക. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വ്യക്തമായി കാണും, എല്ലാവർക്കും വ്യക്തമായി കാണും. അപ്പം ഒരിക്കലും ഉന്നയിക്കുന്ന വിമർശനങ്ങളോട് ഒരു തരത്തിലും സംവാദമില്ല. ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഞാൻ ഉന്നയിച്ച വിമർശനം ഇതായിരുന്നു: കേരളത്തിലെ ദളിതർ ഒരിക്കലും ഒരു കാലത്തും രാമായണം വായിച്ചിട്ടില്ല എന്നൊരു വിമർശനമാണ് ഉന്നയിച്ചത്. വിരലിലെണ്ണാവുന്ന ചില വ്യക്തികളോ ഒരു ചെറിയ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആദിവാസികളുടെ ചെറിയ കൂട്ടായ്മയോ അവരുടെ ഫോക്ലോറുകളിൽ ഏതെങ്കിലും ഒരു രാമായണ സംബന്ധിയായ കൃതിയുണ്ട് എന്ന് കരുതി കേരളത്തിലെ ദളിത് ആദിവാസി ജനത സാമൂഹികപരമായും അനുഷ്ഠാനപരമായും രാമായണത്തെ പിന്തുടരുന്നു എന്ന അർത്ഥമേ ഇല്ല. ഉണ്ടോ? അങ്ങനെ അർത്ഥമേ ഇല്ല. പക്ഷേ ഇന്ന് വാൽമീകി ദളിതനാണ്, എഴുത്തച്ഛൻ ദളിതനാണ്, അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങളുടെ തലയിലേക്ക് രാമായണത്തെ കെട്ടിയേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. വാൽമീകി ദളിതനാണോ? വാൽമീകി ദളിതനെയല്ല. സംസ്കൃതത്തിൽ രചിക്കപ്പെട്ടിരിക്കുന്ന അധ്യാത്മ രാമായണത്തിൽ തന്നെ പറയുന്നത് എന്താണ്? സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട വാൽമീകി രാമായണത്തിൽ തന്നെ പറയുന്ന പ്രജേതസോഹം പുത്രഹ, ഞാൻ പ്രജേതസിൻ്റെ പുത്രനാണെന്നാണ് വാൽമീകി രാമായണ യുദ്ധകാണ്ഡത്തിൽ പറയുന്നത്. പിന്നെങ്ങനെയാണ് വാൽമീകി ദളിതനാകുന്നത്? സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട അധ്യാത്മ രാമായണത്തിൽ താൻ ജന്മം കൊണ്ട് ബ്രാഹ്മണനാണ് എന്ന് വാൽമീകി പറയുന്ന കാര്യം സംസ്കൃത രചിക്കപ്പെട്ട അധ്യാത്മ രാമായണത്തിലും രാമകഥയെപ്പറ്റി ആഴത്തിൽ പഠനം നടത്തിയ ഫാദർ കാമിൽ ബുൽക്കേരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും വാൽമീകിയെ ദളിതനാക്കുക, വ്യാസനെ ദളിതനാക്കുക. വ്യാസൻ എങ്ങനെ ദളിതനാകുന്നത്? ഇവരെല്ലാം ബ്രാഹ്മണരാണ്. പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ പുസ്തകം എഴുതിയവർ ദളിതരാണ് എന്ന് വരുത്തി തീർക്കേണ്ട ഒരു സവിശേഷ സാഹചര്യം ഇന്ന് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അത് സംഘപരിവാരത്തിനാണ് ആ ലക്ഷ്യമുള്ളത്. ഇന്ത്യയിലെ ദളിതരെയും ആദിവാസികളെയും ഈ ഹിന്ദുത്വവാദത്തിൻ്റെ പിടിയിൽ അമർത്തണമെങ്കിൽ ഈ പുസ്തകം എഴുതിയ വാൽമീകിയും അതുപോലെ തന്നെ വ്യാസനും ഒക്കെ തന്നെ ദളിതരാണ് എന്നവർക്ക് സമർത്ഥിക്കണം. പക്ഷേ പുസ്തകത്തിലെ തെളിവുകൾ ഒരിക്കലും അതിനെ അംഗീകരിക്കുന്നില്ല. ഗുഹനെ രാമൻ കെട്ടിപ്പിടിച്ചു എന്നാണ് പറയുന്നത്. ഗുഹനെ രാമൻ കെട്ടിപ്പിടിച്ചു. അത് പറഞ്ഞത് ആരാണ്? മാതൃഭൂമി വാരാന്തപ്പതിപ്പിൽ ഒരു ലേഖനം തന്നെ എഴുതി. എഴുത്തച്ഛൻ്റെ സാരസ്വതത്തെ പറ്റി കെ.പി. രാമനുണ്ണിയുടെ ലേഖനം. കെ.പി. രാമനുണ്ണിയുടെ ലേഖനത്തിൽ പറയുന്നത്, ഈ മാസത്തിൽ അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കെ.പി. രാമനുണ്ണി മാതൃഭൂമി വാരാന്തപ്പതിപ്പിൽ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നത്. കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നത് എന്തിനാ? ഭരണഘടനാ സംരക്ഷണ യജ്ഞം. സത്യത്തിൽ അതിനേക്കാളും എത്രയോ ഭേദമാണ് ആചാര്യ എം.ആർ. രാജേഷ് അവിടെ പുത്രകാമേഷ്ടി യാഗം നടത്തുന്നത്. ഈ മാതിരി കാവട്യമൊന്നും പറഞ്ഞു വരുന്നില്ലല്ലോ. ഇമാതിരി കാവട്യമൊക്കെ പറഞ്ഞിട്ട് ഭരണഘടനാ സംരക്ഷണ യജ്ഞമാണ്, രാമൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ സമുദ്ധാരകനായിരുന്നു എന്നൊക്കെ പറയാൻ മലയാളത്തിലെ പുരോഗമനകാരികൾക്ക് അല്ലാതെ ഇത്തരം ഒരു സവിശേഷത ആർക്കുമില്ല എന്നുള്ളത് ഈ അവസ്ഥയിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഞാൻ പറഞ്ഞു ഇത് ഇത്രയും സൂചിപ്പിക്കാൻ കാരണം ഒരു ഹിന്ദു സ്വത്വ നിർമ്മിതി വളരെ ആഴത്തിൽ കേരളത്തിൽ സംഭവിച്ചു കഴിഞ്ഞു
സംഭവിച്ചു കഴിഞ്ഞു. അതിൻ്റെ ചുറ്റും നടന്ന ബഹുസ്വര രാമായണത്തെപ്പറ്റി പറഞ്ഞതുകൊണ്ട് മാത്രം നമുക്കിതിനെ തടയിടാൻ കഴിയില്ല. ഇതാണ് എൻ്റെ വാദം. ഇത് എൻ്റെ പുസ്തകത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുത്വ ഇന്ത്യ എന്ന് പറയുന്ന എൻ്റെ പുസ്തകത്തിലെ ആദ്യത്തെ ലേഖനം തന്നെ രാമായണങ്ങൾ പലതുണ്ട്, പക്ഷേ എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ, രാമായണങ്ങൾ പലതും കവിവര രാമോദമോടെ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ എന്ന് എഴുത്തച്ഛൻ പാടിയിട്ടുണ്ട്. അതൊക്കെ ശരി, അതവിടെ ഇരുന്നോട്ടെ. പക്ഷേ ആ പല രാമായണങ്ങളെ പറ്റി മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഹിന്ദുത്വരാമനെ പ്രതിരോധിക്കാൻ കഴിയില്ല. ഹിന്ദുത്വരാമനെ പ്രതിരോധിക്കാൻ കഴിയണമെങ്കിൽ എന്തു വേണം? ഹിന്ദുത്വം ഉയർത്തിപ്പിടിക്കുന്ന എഴുത്തച്ഛൻ്റെ രാമനെയും രാമായണ പാഠത്തെയും വാൽമീകി രാമായണ പാഠത്തെയും വിമർശനാത്മകമായി പരിശോധിക്കുന്ന ഒരു വിമർശന വഴിക്ക് മാത്രമേ നമുക്കതിനെ പ്രതിരോധിക്കാൻ കഴിയൂ. ആ ഒരു ചിന്താ പാരമ്പര്യമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനമാണ്. മുസ്ലിങ്ങളോടുള്ള ഈ വിരോധം വളരെ അടുത്ത കാലത്ത് ജെയിംസ് മില്ലർ നിർമ്മിച്ചതാണ് എന്നൊരു പ്രധാനപ്പെട്ട വാദം കേരളത്തിലെ ചില പുരോഗമനകാരികൾ പറഞ്ഞു നടക്കുന്നുണ്ട്. അതാ ശുദ്ധ അസംബന്ധമാണ്. തീർച്ചയായിട്ടും മില്ലർ അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ കൊളോണിയൽ ചരിത്രകാരന്മാരുടെ നിർമ്മിതിയിൽ മാത്രം നിലനിന്നു വന്ന ഒന്നല്ല ഈ മുസ്ലിം വിരോധം എന്ന് പറയുന്നത്. മധ്യകാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാവ്യമാണ് പൃഥ്വിരാജ വിജയം. രാജാനക ജയാനകൻ്റെ പൃഥ്വിരാജ വിജയം 14-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട പുസ്തകമാണ്. രാജാനക ജയാനകൻ്റെ പൃഥ്വിരാജ വിജയം എന്ന് പറയുന്ന പുസ്തകത്തിൽ രാജാനക ജയാനകൻ എഴുതിയിരിക്കുന്നത് മഹാവിഷ്ണു രാമനായി അവതരിച്ചത് മുസ്ലിങ്ങളെ കൊല്ലുവാനാണ് എന്നാണ് 14-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട രാജാന ജയാനകൻ്റെ പൃഥ്വിരാജ വിജയം എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഗംഗാദേവിയുടെ മധുരാവിജയം എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് സുൽത്താൻമാരെല്ലാവരും ശത്രുക്കളാണെന്ന്, അവരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് കമ്പരെന്ന് പറയുന്ന രാജാവിൻ്റെ വേഷത്തിൽ രാമൻ അവതരിച്ചത് എന്ന് ഗംഗാദേവിയുടെ മധുരാവിജയത്തിൽ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ഇതൊരു പുതിയ നിർമ്മിതിയാണോ? 14-ാം നൂറ്റാണ്ടിൽ തന്നെ ഇത് നിലവിൽ വന്നു കഴിഞ്ഞു. ഭവിഷ്യപുരാണത്തിലേക്ക് എത്തുമ്പോൾ 19-ാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോഴത്തോടുകൂടിയാണ് ഭവിഷ്യപുരാണത്തിൻ്റെ നിർമ്മിതി നടക്കുന്നത്. വ്യത്യസ്ത മതവിശ്വാസികളെ സൂചിപ്പിക്കാൻ വേണ്ടി അപ്പോൾ എഴുതി തയ്യാറാക്കിയത് എന്താണ്? അപ്പോൾ എഴുതി തയ്യാറാക്കിയത് പാഷണ്ഡികൾ എന്നുള്ളതാണ്. പാഷണ്ഡികൾ. ഒരു കൊട്ടേഷനും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കാം. ഈ വിഭാഗീയതയ്ക്കെതിരെ, അടിസ്ഥാന വർഗത്തെ വർഗീയവൽക്കരിക്കുന്നതിനെതിരെ മുമ്പ് സൂചിപ്പിച്ച എം.എമ്മിൻ്റെ ലേഖനമാണ്. ആ ലേഖനം അവസാനിക്കുന്ന പാരഗ്രാഫ് ഇങ്ങനെയാണ്: അടിസ്ഥാന വർഗത്തെ വർഗീയവൽക്കരിക്കുന്നതിനെതിരെ പ്രതികരിക്കാനാണ് പട്ടികജാതി കൺവെൻഷൻ വിളിച്ചു ചേർത്തത്. അപ്പം ഈഴവ കൺവെൻഷനും നായർ കൺവെൻഷനും വേണ്ടി അവർ വർഗീയവൽക്കരിക്കുന്നതിനെതിരെ നമ്മൾ എന്തു ചെയ്യും? ഉത്തരം പറയണം മാഷേ. ജാതിഭേദം മാത്രമല്ല, അതുമായി ചിലപ്പോൾ അടുത്ത, മറ്റു ചിലപ്പോൾ അകന്നും വളരുന്ന ജാതിക്കുള്ളിലെ വർഗഭേദവും കണക്കിലെടുക്കേണ്ടതുണ്ട്. അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. സിൻഡിക്കേറ്റ് മെമ്പറായിരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ സംവരണ അട്ടിമറി നടന്നത്. ലേഖനത്തിൽ വലിയ വാദങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ സംവരണ അട്ടിമറി മുഴുവൻ നടന്നത് ഇത്തരക്കാർ സിൻഡിക്കേറ്റ് മെമ്പർമാരായിരിക്കുമ്പോഴാണ്. ഇത് പറയാതെ നമ്മൾ പോയിട്ട് ഒരു കാര്യവുമില്ല. ചില കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു പോകുന്നത് തന്നെയാണ് നല്ലത്. എന്തിനാണ് ഒളിപ്പിച്ചു വെക്കുന്നത്? എന്തിനാണിതല്ലേ? എത്ര കാലം ഇത്തരം പരിപാടികളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നും ഒളിച്ചു നിന്നും ആളുകളെ സുഖിപ്പിച്ചും ഇല്ല കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീനവാം സുസഞ്ജയം കാലിൽ ഞെക്കിയും പാദസേവ നടത്തിയും ചില ബുദ്ധിജീവികളുടെ പൊടിയെടുത്ത് തലയിൽ വിരട്ടിയും തലയിൽ തൊട്ടും എത്ര കാലം ഇങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും? വിമർശനം ഉന്നയിക്കേണ്ട സമയത്ത് വിമർശനം ഉന്നയിക്കുക എന്ന് പറയുന്നൊരു ജനാധിപത്യ മര്യാദയാണ്. എൻ്റെ വാചകമല്ല, ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ അമർത്യ സെൻ പറയുന്ന വാചകമാണ്. തർക്കങ്ങളും വിതർക്കങ്ങളും ജനാധിപത്യത്തെ വികസിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനായ അമർത്യ സെന്നാണ്. അതിനെയാണ് താർക്കിക ബ്രാഹ്മണ്യം എന്ന് സ്ഥാനപ്പെടുത്തി തകർക്കാനായിട്ട് ശ്രമിക്കുന്നത്. താർക്കിക ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കതിനെ ഇല്ലാതാക്കാൻ കഴിയുമല്ലോ. എന്നാൽ ഒരാൾ ചേരിയിൽ പിറന്നാലും ഭാരം ചുമന്നാലും തൂപ്പുകാരനോ ചെരുപ്പ് കുത്തിയോ ആയാലും ജാതിയിൽ മേലെയാണെങ്കിൽ അയാളെ തൊട്ടുകൂടെന്ന് വാശി പിടിക്കുന്ന ദളിത് പക്ഷവാദം ദളിതടക്കമുള്ള പിന്നാക്ക വിഭാഗത്തിൻ്റെ മുന്നേറ്റത്തിന് നിർണായക തടസ്സം തന്നെയാണ്. എന്താണ് ദളിതരുടെ നിർണായക തടസ്സം? എന്താണ് ദളിതരുടെ തടസ്സം? ഒരാൾ ചേരിയിൽ പിറന്നാലും ഭാരം ചുമന്നാലും
തൂപ്പുകാരനോ ചെരുപ്പൂത്തിയോ ആയാലും ജാതിയിൽ മേലെയാണെങ്കിൽ അയാളെ തൊട്ടുകൂടെന്ന് വാശി പിടിക്കുന്ന ദളിത് പക്ഷപാതം ദളിതരടക്കമുള്ള പിന്നോക്ക വിഭാഗത്തിൻ്റെ മുന്നേറ്റത്തിന് നിർണായക തടസ്സം തന്നെയാണ്. കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ സംവരണം അട്ടിമറിച്ചത് ഏതെങ്കിലും ദളിതരിരുന്നിട്ടാണോ അട്ടിമറിച്ചത്? കേരളത്തിൻ്റെ അഭിമാന സ്തംഭമായ PSCയിലെ അട്ടിമറികൾ മുഴുവൻ നടത്തിയത് എത്ര ദളിതരിരുന്നിട്ട് അട്ടിമറിച്ചതാ? എത്ര ദളിതരെല്ലാവരും കൂടെ ചേർന്ന് അട്ടിമറിച്ചത്? ഈ ഒരു നമ്മളെ ഇസ്ലാമോഫോബിയയും ദളിതരെ അടക്കം സ്വത്വവാദ മുദ്ര കുത്തുന്നത് എങ്ങനെയാണെന്നറിയാമോ? എൻ്റെ പ്രിയ സുഹൃത്ത് ബാൻശ്രീ എപ്പോഴും പറയാറുള്ള പോലെ ഈ സൈദ്ധാന്തിക കാപട്യത്തിലൂടെയാണ് ഇതെല്ലാം നിലവിൽ വരുന്നത്. അപ്പം പീഡനം അനുഭവിക്കുകയും അരികുവൽക്കരിക്കപ്പെടുന്നവരുടെയും തലയിൽ തന്നെ ഇതിൻ്റെ ഭാരം കൊണ്ടുവന്ന് വെക്കുക. അവരാണ് ഇതിൻ്റെ കുറ്റവാളികളെന്ന് പറയും. എന്തൊരു സാമർഥ്യമാണെന്നറിയാവോ? ഈ സാമർഥ്യം എന്താ പറയേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ സാമർഥ്യത്തെ വിളിക്കേണ്ട പേര് പഴയ ജാതീയത പുതിയ കാലത്തെ നവസാമ്രാജ്യത്വം സൃഷ്ടിച്ച് വിതരണം ചെയ്തു വരുന്ന സ്വത്വരാഷ്ട്രീയമായി ഇന്ന് വേഷം പകരുന്നുണ്ട്. നവസാമ്രാജ്യത്വം, ഈ വാചകം കണ്ട് നിങ്ങൾ പേടിക്കരുത് കേട്ടോ, കാണുമ്പോൾ പേടിച്ചു പോകും. എന്ന് പറഞ്ഞാൽ വേറൊരു വിദഗ്ധൻ വേറൊരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഭയങ്കര വൻ ഫണ്ട് കേരളത്തിലെ ദളിത് സ്വത്വവാദികൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കറിഞ്ഞുകൂടാ, കേരളത്തിൽ എനിക്ക് അറിയാവുന്ന ഒരുപാട് ദളിത് ഇൻ്റലക്ച്വൽസ് ഉണ്ട്. അവർക്കെല്ലാം ഈ ജിഹാദി ഫണ്ട് കിട്ടിയിട്ട് ഒരു ബംഗ്ലാവ് പണിയുമായിരുന്നെങ്കിൽ ഞാൻ ആദ്യം ആ ബംഗ്ലാവിൽ പോയി പരിശോധിച്ചേനെ. ഇമ്മാതിരി പുസ്തകത്തിൻ്റെ പേര് വീണ്ടെടുപ്പുകളെന്നൊക്കെ ആയിരിക്കും. ഇതാ എഴുതി വച്ചിരിക്കുന്നത്. ഫണ്ടിഞ്ഞ് വന്ന് ചാടുക. എൻ്റെ പ്രിയ സുഹൃത്തെ, ഒരുപാട് ഫണ്ട് വന്ന് ചാടുന്നുണ്ടോ ഞാൻ എൻ്റെ സർക്കാർ ജോലി ആദ്യം ഉപേക്ഷിക്കും. കാരണം ഈ ഫണ്ടുണ്ടല്ലോ ഇഷ്ടം പോലെ. മുമ്പ് 27 കോടി KN മേടിച്ചെന്നാണ് ഒരാൾ. 27 കോടി. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്താ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കേരളത്തിൽ ആളുകളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന ഇങ്ങനെയൊക്കെയാണ്, ജിഹാദി ഫണ്ട്. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? കേരളത്തിലെ ദളിതർക്കും മുസ്ലിങ്ങൾക്കും ഒരിക്കലും സ്വയം കർത്തൃത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കൊരു സ്വത്വബോധം ഉണ്ടെന്നും ഒരു സ്വയം കർത്തൃത്വം ഉണ്ടെന്നും ഒരു സ്വയം നിർണയാവകാശം ഉണ്ടെന്നും ആ സ്വയം നിർണയാവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ ധൈര്യവും ശേഷിയും ക്ഷേമഷിയും ഉള്ളവരാണ് അവർ എന്ന് അംഗീകരിക്കാൻ കഴിയാത്തവരാണ് ഈ സ്വത്വവാദ ചുറ്റികയായിട്ട് നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ സ്വത്വവാദ ചുറ്റികയും സ്വത്വവാദ മുദ്രയും ഒക്കെ കൈവച്ചാൽ മതി. ഇനിയുള്ള കാലത്ത് അത് ചെലവാകില്ല എന്ന് ഉറക്കെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനി ചെലവാകില്ല. അത് ഏത് മുദ്രയുമായിട്ട് ഇങ്ങോട്ട് വന്നാൽ ഈ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. 2 വരിയും കൂടി ഇതിനകത്തുനിന്ന് ഉദ്ധരിക്കാനുണ്ട്. ജാതിബോധം സങ്കുചിതത്വവാദമായി അതിൻ പേരിൽ തിളയ്ക്കുന്ന അഭിമാന വായ്പായി പരിണമിക്കുന്നതിനാണ് പുതിയ കാലം സാക്ഷ്യം വഹിക്കുന്നത്. നോക്കണം, എന്തിനാ ഇങ്ങനെ പറയുന്നത് മനസ്സിലായോ? പേരിൽ ഭട്ടതിരി ഉണ്ടായ കുഴപ്പമില്ല, മേനോനുണ്ടായ കുഴപ്പമില്ല, പണിക്കരുണ്ടായ കുഴപ്പമില്ല, ഇളയിട ഉണ്ടായ കുഴപ്പമില്ല, നായരുണ്ടായ കുഴപ്പമില്ല. അതൊന്നും എന്തല്ല അഭിമാന വായ്പായി കൊണ്ടു നടക്കുന്നതിൽ ഒരു പ്രശ്നം. അതെല്ലാം എന്താണ്? അതെല്ലാം മതേതരത്വം, അതെല്ലാം സെക്കുലറാണ്. അവർ സെക്കുലറാണല്ലോ. അപ്പോൾ അവർക്ക് പേരിൻ്റെ അറ്റത്ത് എന്താവാം? നമ്പൂതിരിപ്പാടാവാം, ഇളയിടവാവാം, മേനോനാവാം, ഭട്ടതിരിയാവാം, നമ്പൂതിരിയാവാം, എന്തും ആവാം. പക്ഷെ ദളിതർ പറഞ്ഞാലോ? ദളിതർ പറഞ്ഞാൽ അപ്പം സ്വത്വവാദമായി. മറ്റവരോ? അവർ 91.96% എന്താ? സെക്കുലറാണ്. നമ്മളിത് തിരിച്ചറിയണം. ഇതൊന്നും അറിയാത്ത നിഷ്കളങ്കമായ കുഞ്ഞുങ്ങളാണ് ദളിത് സ്വത്വവാദികളെന്ന് കരുതാനും വഴി കാണുന്നില്ല. ഈ ലേഖനം എഴുതിയ ആളോട് പറയുന്നത് ഇതൊന്നും അറിയാത്ത നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളാണ് ഞങ്ങളെന്ന് നിങ്ങളും വിചാരിക്കേണ്ട. നിങ്ങളുടെ ഈ സൈദ്ധാന്തിക കാപട്യമൊക്കെ ഞങ്ങൾക്ക് നല്ലോണം മനസ്സിലാകുന്നുണ്ട്. അതിനോടുള്ള നിങ്ങളുടെ സൈദ്ധാന്തിക വാചാടോപത്തിനുള്ള കേരളത്തിൻ്റെ മറുപടിയാണ് നിങ്ങളുടെ സൈദ്ധാന്തിക കാപട്യത്തിനുള്ള കേരളത്തിൻ്റെ മറുപടിയാണ് പോക്കർ മാഷുടെ എരിക്കിന്തി എന്ന് പറയുന്ന ആത്മകഥ. ഇതൊരു സാമൂഹ്യ പാഠമാണ് എന്നുള്ളതാണ്. സണ്ണിയെ പോലുള്ളവർ വാഴ്ത്തുന്ന ദളിതാവബോധം നിശ്ചിതവും നിർഭയവുമായൊരു വിചാരണയ്ക്ക് വിധേയമാക്കിയാൽ കീഴാളൻ്റെ മലീന വസനത്തിൽ പ്രച്ഛന്നമായി പുലരുന്ന ഉപരിവർഗ ബോധമാണെന്ന് തെളിയുക തന്നെ ചെയ്യും. സണ്ണിയും കബിക്കാരന് ഭയങ്കര ഉപരിവർഗ ബോധമാണ്. കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ സംവരണം അട്ടിമറിച്ചവർക്ക് ഒരു ഉപരിവർഗ ബോധവും ഇല്ല. ഞാൻ ഈ പേര് പരാമർശവും നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ആയിരിക്കാം. പക്ഷേ ഞാൻ ഈ കാര്യത്തിൽ മാതൃകയാക്കുന്നത് കേരളത്തിലൊരു പ്രധാനപ്പെട്ട ഒരു ഓർത്തോപെഡിക് സർജനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് വലിയ കേരളത്തിൽ അറിയപ്പെടുന്ന ആദരണീയനായ സാമൂഹ്യ ചിന്തകനാണ് അദ്ദേഹം. യുക്തിവാദത്തിൻ്റെ മേഖലയിൽ അദ്ദേഹം
കഴിഞ്ഞ 1 ദശാബ്ദത്തിലധികമായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ഡോക്ടർ സി വിശ്വനാഥൻ, അദ്ദേഹമാണ് എനിക്ക് ഇക്കാര്യത്തിൽ മാതൃക. കാരണം ആളുകളുടെ പേര് പറഞ്ഞ് വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കുക തന്നെ വേണം. അത് ഡോക്ടർ സി വിശ്വനാഥനിൽ മാത്രം തുടങ്ങിയ ഒന്നല്ല, ഡോക്ടർ ബി ആർ അംബേദ്കറിൽ ആരംഭിച്ച കാര്യമാണ്. ഡോക്ടർ ബി ആർ അംബേദ്കറിൽ ആരംഭിച്ച കാര്യമാണ്. അംബേദ്കർ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ ഇന്ത്യ കണ്ട അതികായനായ സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഗാന്ധിയെ വിമർശിച്ചത്. ആ പാരമ്പര്യവും ആ രക്തവും പുതിയ തലമുറയിലൂടെ ഒഴുകുന്നുണ്ട് തീർച്ചയായും. അതുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ പിന്തുടർന്നു വന്ന പാതയിലൂടെ ആളുകളെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ വിമർശിച്ച് അവർ തുടരുന്ന പ്രത്യയശാസ്ത്ര ഹിംസയെ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും. ഇത് അപരപ്രിയത്തിൻ്റെ വഴിയാണ്. ഇത് അപരപ്രിയത്തിൻ്റെ വഴിയാണ്. എന്തുകൊണ്ടാണ് ഇത് അപരപ്രിയത്തിൻ്റെ വഴിയാണെന്ന് പറയാൻ കാരണം, ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ നാരായണ ഗുരുസ്വാമികളോടൊരാൾ ചോദിച്ചു, തൻ്റെ ശിഷ്യൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ജയിക്കണമെന്ന് അങ്ങ് പ്രാർത്ഥിക്കണമെന്ന് അങ്ങ് പറയാൻ കാരണം എന്താണ്? ഗുരുസ്വാമികൾ പറഞ്ഞു, രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകൻ്റെ ഗതിയാകുമായിരുന്നു. രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകൻ്റെ ഗതിയാകുമായിരുന്നു. ഗുരു പറഞ്ഞില്ലല്ലോ എക്സിൻ്റെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകൻ്റെ ഗതിയാകുമായിരുന്നു, പറഞ്ഞില്ലല്ലോ. രാമൻ്റെ പേര് പറഞ്ഞ് വിമർശിക്കാമോ? ഇന്നത്തെ കാലത്തായിരുന്നു അങ്ങനെ ചോദിച്ചേനെ. രാമൻ്റെ പേര് പറഞ്ഞ് വിമർശിക്കാമോ? അദ്ദേഹം ആദരണീയനായ സാംസ്കാരിക നായകനല്ലേ, സാംസ്കാരിക ബിംബമല്ലേ, ജനനായകനല്ലേ, ജനകോടികളുടെ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ പ്രശോഭിക്കുന്നവനല്ലേ, അദ്ദേഹത്തെ പേര് പറഞ്ഞ് വിമർശിക്കാമോ എന്ന് തീർച്ചയായിട്ടും ചോദിക്കത്തില്ലേ? അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഗുരുസ്വാമികൾ പേരെടുത്ത് വിമർശിച്ചത്. ഗുരുസ്വാമികൾ ദൈവദശക എഴുതിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദരണീയനായ ശിഷ്യൻ സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ സയൻസ് ദശകം എഴുതി. അദ്ദേഹം പറഞ്ഞു, ബുക്കുകൾക്കും പൂർവികർക്കും മർത്യരെ ദാസരാക്കിയിടും സമ്പ്രദായം തകർക്കുന്ന സയൻസിന് തൊഴുന്നു ഞാൻ. അംബേദ്കർ പറഞ്ഞു, ഏതൊരു യുക്തിയും നിഷേധിക്കുന്ന, ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണം. യഥാർത്ഥത്തിൽ അംബേദ്കർ മുന്നോട്ട് വെച്ച ഈ പാതയാണ് പോക്കർ മാഷ് പിന്തുടരുന്നത്. ഡൈനാമിറ്റ് വെച്ച് തകർക്കണം. യഥാർത്ഥത്തിൽ എരിക് ഇന്ത്യ ഒരു ഡൈനാമിറ്റാണ്. എരിക് ഇന്ത്യ ഒരു ഡൈനാമിറ്റാണ്. അത് കേരളത്തിൻ്റെ സാംസ്കാരിക നഭോമണ്ഡലങ്ങളിൽ പതിച്ച് പലയിടത്തും വലിയ വിസ്ഫോടനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. ആ വിസ്ഫോടനത്തിൻ്റെ അനന്തരഫലമായിട്ടാണ് ഈ പുസ്തകം ഇന്ന് 4 പതിപ്പിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. KEN പോക്കർ മാഷും ബലിയാടുകളായി എന്ന് സൂചിപ്പിച്ചല്ലോ. തീർച്ചയായിട്ടും ഈ പറയുന്ന ഞാനും ഒക്കെ ബലിയാടുകളാകേണ്ടി വന്നേക്കാം. ബലിയാടുകൾ തന്നെയാണ്. പക്ഷേ ഒരുപാട് ആളുകൾ ബലിയാടാകുന്നതിൻ്റെ അനന്തരഫലമായിട്ടാണ് പുതിയ പുതിയ ജനാധിപത്യ ഭൂമികകൾ വികസിച്ചു വരികയും അതുവഴി പുതിയൊരു നവമുന്നേറ്റത്തിനുമൊക്കെ ഇടയാകും. നമുക്ക് ചിലപ്പോൾ ഒരു കാര്യമുണ്ടല്ലോ, നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല പക്ഷെ കിട്ടാൻ ഒരുപാടുണ്ട് എന്ന് പറയാറുണ്ടല്ലോ. പക്ഷേ ദളിതർക്കും ആദിവാസികൾക്കും സമരത്തിനായിട്ട് പോയി ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു, പക്ഷേ ഒന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ എല്ലാ സ്വത്വവും നമ്മൾ മറികടന്നുകൊണ്ട് വർഗവിഭജിതമല്ലാത്തൊരു സമൂഹത്തിൻ്റെ നിർമ്മിതിക്കായിട്ടാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന കേരളീയ സമൂഹത്തിലാണ് കഴിഞ്ഞ ദിവസം ഒരാൾ വന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ സ്കോളർഷിപ്പുകൾ മേടിച്ചപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ തന്നെ ജാതിയുടെയും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം മേടിച്ചപ്പോൾ എനിക്കതൊന്നും കിട്ടിയില്ല. അത് കിട്ടാത്തത് കൊണ്ടാണ് എൻ്റെ പേരിൻ്റെ കൂടെ നായരെന്ന് വെക്കേണ്ടി വന്നത്. അങ്ങനെയാണ് ഞാൻ ലിജിത നായരായി അറിയപ്പെടുന്നത് എന്ന് ഫേസ്ബുക്കിൽ എഴുതി. അവർ തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചത് എൻ്റെ പോസ്റ്റുകളൊന്നും ആരും കാണുന്ന പോസ്റ്റൊന്നും ആയിരുന്നില്ല. പക്ഷേ ഈ പോസ്റ്റിന് 18K ലൈക്കാണ്, 4500-ലധികം ഷെയറും പോയിട്ടുണ്ട്. മലയാളിയുടെ പുരോഗമനം പടവലങ്ങ പോലെ വളഞ്ഞ് മേളോട്ടാണ് എന്ന് ആ പോസ്റ്റിന് കിട്ടുന്ന ലൈക്കും ഷെയറും ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചാൽ, സംവരണത്തെ സംബന്ധിച്ച് വലിയ പുരോഗമനകാരികളാണല്ലോ, പുരോഗമന പരിപാടികൾ ഒരുപാട് നടത്തുന്നുണ്ടല്ലോ. സംവരണത്തെപ്പറ്റി, റെപ്രസെൻറ്റേറ്റീവ് പൊളിറ്റിക്സിനെ പറ്റി, റെപ്രസെൻറ്റേറ്റീവ് ജനാധിപത്യത്തെപ്പറ്റി എത്ര സെമിനാർ നമ്മുടെ പുരോഗമനകാരികൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടി അനന്തരഫലമാണ് ഇത്തരം നായർവാലികൾ രംഗപ്രവേശം ചെയ്യുന്നത് എന്ന് പറയാതെ വയ്യ. കാരണം എന്താണ് റിസർവേഷൻ എന്ന് ഒരിക്കലും നമ്മുടെ പുരോഗമനകാരികൾ ആരെയും പഠിപ്പിക്കാൻ ഇതുവരെ മുതിർന്നിട്ടില്ല. അതുകൊണ്ടാണ് EWS. അതുകൊണ്ട് ഞാൻ ഒരു ചോദ്യം ഉന്നയിച്ചു, EWS സംവരണത്തിലൂടെ ധാരാളം ആളുകൾ സംവരണം മേടിച്ചു ഇല്ലേ?
ധാരാളം ആളുകൾ EWS സംവരണത്തിലൂടെ പോകുന്നുണ്ട്. 4036 റാങ്കിൽ കടന്ന ഒരു സവർണൻ എഞ്ചിനീയറിംഗ്, പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ മേടിച്ചില്ലേ? കേരളത്തിൽ സംഭവിച്ച കാര്യമാണ്. പക്ഷേ അയാൾ പണിയുന്ന പാലം തകർന്നു പോകുമെന്ന് ആരെങ്കിലും പറഞ്ഞോ? EWS സംവരണത്തിലൂടെ വരുന്ന പാലം തകർന്നു പോകുമെന്ന് ആരെങ്കിലും പറഞ്ഞോ? EWS സംവരണത്തിലൂടെ MBBSന് അഡ്മിഷൻ കിട്ടുന്ന മെഡിക്കൽ വിദ്യാർത്ഥി സർജറി ചെയ്താൽ രോഗി മരിക്കുമെന്ന് ഇപ്പോൾ ആരെങ്കിലും പറയുന്നുണ്ടോ? ആരും പറയുന്നില്ല. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വേണം. തീർച്ചയായിട്ടും ഇത്തരൊരു പരിപാടിയിലേക്ക് എന്നെ വിളിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കുറേയധികം കാര്യങ്ങൾ പറയാനും പങ്കുവെക്കാനും ശ്രമിച്ചു. എന്തായാലും സാഹിത്യ അക്കാദമിയുടെ ഈ ഹാളിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് തീർത്തും ചരിത്രപരമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാഷിനെ ഒരിക്കൽ കൂടി ഈ വേദിയിൽ അഭിനന്ദിക്കുവാനും ധീരമായ തുറന്നു പറച്ചിലിനെ ഏറ്റവും ആദരവോടെ നമിക്കാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. പോക്കർ മാഷ് ഈ പുസ്തകത്തിൻ്റെ ലാളിത്യവും മനോഹാരിതയും പോലെ തന്നെ തൻ്റെ വ്യക്തിജീവിതത്തിലും അത്രയധികം ലാളിത്യത്തിലും മനുഷ്യരോടുള്ള അകമഴിഞ്ഞ സ്നേഹവാത്സല്യവും ദാർശനികമായി കൊണ്ടു നടക്കുന്ന ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങൾ സ്വന്തം വ്യക്തിജീവിതത്തിലും തന്നോട് ചേർന്ന് നിൽക്കുന്നവരോടെല്ലാം തന്നെ അത് പടർത്തുകയും ചെയ്യുന്ന അഗാധനായ ഒരു മനുഷ്യസ്നേഹിയായ ചിന്തകൻ കൂടിയാണ് എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം അഭിമാനവും സന്തോഷവുമുണ്ട്. ഈ വേദി യഥാർത്ഥത്തിൽ വേദിയിൽ സംസാരിക്കുന്നതിലൂടെ ഞാൻ പുരസ്കൃതനാവുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, എല്ലാവരോടും സ്നേഹം, ഹൃദയാഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.